العالمين وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين أما بعد സഹോദരങ്ങളെ സൂറത്തു അൽ ഫീൽ ആണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ സൂറത്തിന്റെ തഫ്സീർ ഇമാം സഅദിയുടേതും ഷെയ്ഖ് ഇബ്നു ഉസൈമിന്റെയും തഫ്സീറുകൾ നമ്മൾ വായിച്ചു. അടുത്ത സൂറത്താണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. സൂറത്തു അൽ ഹുമസ. ഈ സൂറത്ത് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. الله سبحانه وتعالى പറയുന്നു ويل لكل همزة لمزة. വൈലുൻ നാശമാണുള്ളത്. ലികുല്ലി ഹുമസത്തിൻ ലുമസ, എല്ലാ ഹമ്മാജിനും ലമ്മാജിനും ആക്ഷേപിച്ച് പറയുന്ന ആളുകൾക്ക്. അതിന് അറബി ഭാഷയിൽ പറയുന്ന വ്യത്യസ്തമായ രണ്ട് വാക്കുകളാണ് ഹംസ് അതുപോലെ ലംസ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ തഫ്സീർ വായിക്കുമ്പോൾ മനസ്സിലാകും. ആക്ഷേപിച്ചു പറയുന്ന, കുത്തിപ്പറയുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ള എല്ലാവർക്കും നാശം. അല്ലദീ അവനാകുന്നു. ഇവന്റെ മറ്റൊരു സ്വഭാവം എന്താണ്? ജമഅ മാലൻ, ജമഅ അവൻ ഒരുമിച്ചു കൂട്ടി, ശേഖരിച്ചു. മാലൻ, മാൽ സമ്പത്ത്, പൈസ. വഅദ്ദദഹു എന്നിട്ടത് എണ്ണു. വഅദ്ദദഹു അവൻ സമ്പത്ത് ഒരുമിച്ച് കൂട്ടി എന്നിട്ടത് എണ്ണി. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ പൈസ സമ്പാദിച്ച അതിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്ന അവൻ. യഹ്സബു അവൻ വിചാരിക്കുന്നു. യഹ്സബു അവൻ വിചാരിക്കുന്നു, അവൻ കണക്ക് കൂട്ടുന്നു. എന്താണ്? അന്ന മാലഹു അവന്റെ സമ്പത്ത്, അന്ന മാലഹു അഖ്ലദഹു അവനെ ഖാലിദാക്കി, അവന് ശാശ്വതത്വം നൽകും, അവന് നാശമില്ലാത്ത അവസ്ഥ, അവൻ എന്നൊന്നിവിടെ നിലനിർത്തും. എന്ത്? അവന്റെ പൈസ, അവന്റെ ധനം അവനെ അനശ്വരനാക്കി തീർക്കുമെന്ന് അവൻ കരുതുന്നു. യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ, അല്ല, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ലയുംബദന്ന, ലയുംബദന്ന എറിയപ്പെടുക തന്നെ ചെയ്യും. നബദ എന്ന് പറഞ്ഞാൽ എറിയുക. നബദ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, നബദ ഫരീഖും മിനൽ ലദീന ഊതുൽ കിതാബ കിതാബല്ലാഹി വറാഅ ളുഹൂരിഹിം കഅന്നഹും ലാ യഅലമൂൻ. കിതാബ് നൽകപ്പെട്ട ആളുകൾ കിതാബിനെ വലിച്ചെറിഞ്ഞു. ഫനബദൂഹു വറാഅ ളുഹൂരിഹിം അവരവരുടെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് യഹൂദികളെ കുറിച്ച് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞതുപോലെ ലയുംബദന്ന അവർ എറിയപ്പെടുക തന്നെ ചെയ്യും. ഫിൽ ഹുതമ, ഹുതമയിൽ. ഹുതമ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ഒരു പേരാണ്. ആ പേരതിന് വരാനുള്ള കാരണം എന്ത്, അതിന്റെ അർത്ഥമെന്ത് എന്നൊക്കെ നമുക്ക് തഫ്സീർ വായിക്കുമ്പോൾ പറയാം. അൽ ഹുതമ എന്ന നരകത്തിൽ അവർ എറിയപ്പെടുക തന്നെ ചെയ്യും. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ എറിയപ്പെടുക തന്നെ ചെയ്യും. അവനും അവന്റെ സമ്പത്തും നരകത്തിൽ, അവനും അവന്റെ സമ്പത്തും. വമാ അദ്റാക മൽ ഹുതമ, ഹുതമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയുമോ? വമാ അദ്റാക നിനക്ക് എന്തറിയാം? മൽ ഹുതമ, ഹുതമ എന്താണെന്ന്? വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദ, അത് അള്ളാഹുവിന്റെ നാറാണ്, അള്ളാഹുവിന്റെ തീയാണത്.
അൽ മൂഖദ കത്തിക്കപ്പെട്ടിട്ടുള്ള തീയാണ്. ഔഖദ എന്ന് പറഞ്ഞാൽ കത്തിക്കുക. ഔഖദ നാറ തീ കത്തിക്കുക. മസലി വമസലുക്കും കമസലി റജുലിൻ ഔഖദ നാറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എന്റെയും നിങ്ങളുടെയും ഉദാഹരണം ആരെ പോലെയാണ്? ഒരാളെ പോലെ. അയാൾ ഒരു തീ കത്തിച്ചു. ഇപ്പൊ പാറ്റകൾ അതിലേക്ക് വീഴുമ്പോ പാറ്റകളെ പോലെ അതിലേക്ക് നിങ്ങൾ ചാടിക്കൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളുടെ ഊരക്ക് പിടിക്കുന്നു, നിങ്ങൾ എന്റെ കൈ തെറിപ്പിച്ച് അതിലേക്ക് ചാടുന്നു. അതുപോലെയാണ് എന്റെയും നിങ്ങളുടെയും ഉദാഹരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദൗത്യവും ജനങ്ങൾ നബിയോട് കാണിച്ച നിലപാടും സൂചിപ്പിക്കുന്ന ഒരു ഉദാഹരണത്തിൽ പറഞ്ഞു. ആ ഹദീസിൽ കാണാം, ഔഖദ നാറ തീ കത്തിക്കുക. മൂഖദ കത്തിക്കപ്പെട്ടിട്ടുള്ള തീയാണത്. അതിന്റെ ഇന്ധനം എന്താണ്? വഖൂദ്. വഖൂദാണ് ഇന്ധനം. കത്തിക്കാനുള്ള സാധനമാണ് വഖൂദ്. വഖൂദുഹ അന്നാസു വൽ ഹിജാറ. അത് കത്തിക്കാനുള്ള ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ്. കല്ല് ഭൂമിയിൽ കത്തൂലല്ലോ, കത്തിക്കാൻ ഉപയോഗിക്കുന്നതാണ് കല്ല്, അല്ലെ? കല്ലിന്റെ നടുവിലാണ് അടുപ്പ് കൂട്ടുന്നത്. കല്ല് കത്തുന്നില്ല, പക്ഷെ നരകത്തിലെ തീയിൽ കല്ലും കത്തും. വഖൂദുഹ അന്നാസു വൽ ഹിജാറ. കത്തിക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ തീയാകുന്നു ഹിതമ. നാറുല്ലാഹിൽ മൂഖദ അല്ലതി ആ തീ. അല്ലതി എന്ന് പറഞ്ഞാൽ ആ തീയെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞതാണ്. എങ്ങനത്തെ തീയാണത്? അല്ലതി തത്ലഉ അത് കടന്നു ചെല്ലും. ഇത്തല എന്ന് പറഞ്ഞാൽ കടന്നു ചെല്ലുക, നോക്കുക, എത്തി നോക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഇത്തല ഫത്തലഅ ഫറആഹു ഫീ സവാഇൽ ജഹീം. സൂറത്ത് ഖാഫാത്തിൽ അല്ലാഹു പറഞ്ഞു, സ്വർഗവാസികളായ ആളുകൾ അവരവരുടെ സന്തോഷം പറഞ്ഞുകൊണ്ടിരിക്കെ ദുനിയാവിൽ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, കാഫിറായ ഒരാൾ. അത് പിശാചിൽപ്പെട്ട കൂട്ടുകാരനാവാം, അല്ലെങ്കിൽ കാഫിറായ പരിചയക്കാരനാവാം. അവൻ പറയുമായിരുന്നു, യഖൂലു ഇന്നക ലമിനൽ മുസദ്ദിഖീൻ, ഈ പരലോകത്തുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അയ്യാമിത്ന വകുന്ന തുറാബ വഇളാമൻ അഇന്നാ ലമദീനൂൻ, ഞങ്ങൾ മരിച്ചു മണ്ണായ ശേഷം, നമ്മളൊക്കെ മരിച്ചു മണ്ണടിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് നമ്മളെ വിചാരണ ചെയ്യുമെന്നോ? അങ്ങനെ പറയുന്ന ഒരാൾ എനിക്കുണ്ടായിരുന്നു, ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പൊ സ്വർഗവാസികൾ അവനോട് പറയും, ഖാല ഹൽ അൻതും മുത്തലിഊൻ, നമുക്കൊന്ന് നോക്കിയാലോ, നമ്മളൊന്ന് നോക്കവനെ. ഫത്തലഅ, അപ്പോൾ ഈ സ്വർഗവാസി നോക്കും. ഫറആഹു ഫീ സവാഇൽ ജഹീം, അപ്പോൾ ആ നരകത്തിൽ ദുനിയാവിൽ ഉണ്ടായിരുന്ന ഇവനെ കാണുകയാണ്. ആയത്തിൽ കാണാം ഫത്തലഅ, നോക്കിനാണ്, നോക്കുക, അതുപോലെ എത്തുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഇത്തലഅ തത്തലിഉ അല്ലതി തത്തലിഉ അലൽ അഫ്ഇദ. ഫുആദിന്റെ ഫുആദ് എന്ന വാക്കിന്റെ ബഹുവചനമാണ് അഫ്ഇദ. എന്താണ് ഫുആദിന്റെ അർത്ഥം? ഖൽബ്. ഫുആദ് ലഹും وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. فؤاد എന്നതിന്റെ ബഹുവചനമാണ് അഫ്ഇദ. അല്ലതി തത്തലിഉ അലൽ അഫ്ഇദ. ആ തീ എങ്ങനെയാണ്? ഹൃദയങ്ങളിലേക്ക് എത്തുന്ന തീയാണ്. നെഞ്ചിനകത്ത് പേശികൾക്കുള്ളിൽ, എല്ലുകൾക്കുള്ളിലാണ് ഹൃദയങ്ങളുള്ളത്. പക്ഷേ നരകവാസികൾ അവർ ഹയാത്തോടെ ഉണ്ടായിരിക്കെ തന്നെ തീ ഹൃദയം കത്തിച്ചു കളയും. അങ്ങനത്തെ തീയാണ്. അല്ലതി തത്തലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഅ്സദ. ഇന്നഹാ തീർച്ചയായും ആ തീ അലൈഹിം അവരുടെ മേൽ, ആ നരകവാസികളുടെ മേൽ മുഅ്സദ അടച്ചുപൂട്ടപ്പെട്ടതാണ്. അവർക്കൊരിക്കലും രക്ഷപ്പെടാത്ത കഴിയാത്ത നിലക്ക് അവരെ ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് ആ തീ. ഇന്നഹ അലൈഹിം മുഅ്സദ ഫി അമദിൻ മുമദ്ദദ. അമദ് ഫി അമദ്, എന്തിലാണ് ബന്ധിച്ചിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ബന്ധിച്ചിട്ടുള്ളത്? ബി അമദിൻ എന്ന് മുൻഗാമികൾ തഫ്സീർ പറഞ്ഞത് കാണാം. ഫി എന്നതിന് പകരം ബി, അതായത് ബന്ധിക്കപ്പെട്ടിട്ടുള്ളത് ബി അമദ്, ഒരു അമദ് കൊണ്ടാണ്. ബന്ധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവിനാണ് അമദ് എന്ന് പറയുക. സ്തംഭം എന്നൊക്കെ മലയാളത്തിൽ അതിന് പരിഭാഷയിൽ അർത്ഥം കൊടുത്തത് കണ്ടു. സ്തംഭിപ്പിച്ചു നിർത്താൻ, അനങ്ങാതെ നിൽക്കാൻ ഉപയോഗിക്കുന്ന വസ്തു എന്ന നിലക്കായിരിക്കാം അങ്ങനെ അർത്ഥം കൊടുത്തിട്ടുള്ളത്. വല്ലാഹു അലം. അത് തന്നെയാണ് അതിന്റെ ഉദ്ദേശം. അതായത് അവരെ തടയാനുള്ള ഒരു ഉപകരണം, അതിനാണ് അമദ് എന്ന് പറയുക. മുമദ്ദദ, വളരെ വിശാലമായ നീണ്ടിട്ടുള്ള
ഒരിക്കലും പുറത്തു കടക്കാൻ സാധിക്കാത്ത, അങ്ങനെ അവരെ ബന്ധിച്ചു കളയുന്നതാണ് ഈ അമദ്. അതുകൊണ്ടാണ് മുമദ്ദദ എന്ന് പറഞ്ഞിട്ടുള്ളത്. വളരെ നീളമുള്ള എന്നാണ് മുമദ്ദദ എന്നതിന്റെ അർത്ഥം. അങ്ങനെയാണ് അതിനെ മലയാളത്തിൽ വിശദീകരിച്ച് മനസ്സിൽ പതിയുന്ന നിലക്കാക്കാൻ കഴിയുക. അമദിൻ മുമദ്ദദ, വളരെ വിശാലമായ ഒരു അമദ്, ഒരു തടയാൻ ഉപയോഗിക്കുന്ന ഒരു സ്തംഭം കൊണ്ടവരെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ആ തീ മുഖേന. ഇതാണ് ഇതിന്റെ വാക്കർത്ഥം. ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതാം. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ويل لكل همزة لمزة. ويل لكل همزة لمزة. الذي جمع مالا وعدده. الذي جمع مالا وعدده. يحسب أن ماله أخلده. يحسب أن ماله أخلده. كلا لينبذن في الحطمة. كلا لينبذن في الحطمة. وما أدراك ما الحطمة. وما أدراك ما الحطمة. نار الله الموقدة. نار الله الموقدة. التي تطلع على الأفئدة. التي تطلع على الأفئدة. إنها عليهم مؤصدة. إنها عليهم مؤصدة. في عمد ممددة. في عمد ممددة. 9 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. എല്ലാം ഹായിലാണ്. നിർത്തുകയാണെങ്കിൽ നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. ലുമസ, താ ആണ് അവസാനം. തഅനീസിന്റെ താ അഥവാ സ്ത്രീലിംഗമാണ്, മുഅന്നസാണെന്ന് സൂചിപ്പിക്കാനുള്ള താ. അവിടെ നിർത്തുകയാണെങ്കിൽ ലുമസ എന്ന് നിർത്തണം. കൂട്ടി ഓതുകയാണെങ്കിൽ ലുമസതിനില്ലദീ. ലുമസതിനില്ലദീ جمع ماله وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. വൈലുൻ, വാവാണ് ആദ്യത്തെ അക്ഷരം. വാവാണ്, വാവ്, വാനല്ല വാ. വാ നമ്മൾ മുകളിലത്തെ പല്ലുകൾ കൊണ്ട് താഴത്തെ ചുണ്ട് കടിച്ചിട്ട് പറയുന്ന വാ എന്നല്ല അറബിയിൽ ഉച്ചരിക്കേണ്ടത്. വാ, ചുണ്ടുകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് വാ. വൈലുല്ലി, വൈലുൻ എന്നതിലെ തൻവീനും ലികുല്ലി എന്നതിലെ ലാമും അത് അതിലേക്ക് ലയിപ്പിച്ച് ഉച്ചരിക്കുക, മണിക്കാതെ. വൈലുല്ലി കുല്ലി ഹുമസതില്ലുമസ. അതേപോലെ തന്നെ വൈലുല്ലി എന്നതുപോലെ ഹുമസതില്ലുമസ. ഹുമസത്തിനൊന്നും ഓതരുത്, അവിടെ നേരെ ലാമിലേക്ക് കിടക്കുക. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. തൻവീനു ശേഷം വാവാണ്, അതിലേക്ക് ലയിപ്പിച്ച് ഉച്ചരിക്കുക. വാവ്, മീം, നൂൻ, യാ. ഈ 4 അക്ഷരങ്ങൾ വന്നാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. യഹ്സബു അന്ന, അന്ന ശബ്ദമുള്ള നൂനിനെ മണിച്ചുച്ചിരിക്കുക. മാലഹു ഒന്ന് കുറച്ച് നീട്ടി ഓതണം. മാലഹു അഖ്ലദ കല്ല ലയുംബദൻ. അവിടെ ഒരു മീം കാണാം ഖുർആനിൽ. കാരണം സുക്കൂൻ ചെയ്ത നൂനിന് ശേഷം ബ വന്നാൽ നൂനിനെ പിന്നെ മീമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ലയുംബദന്ന, ലയുൻബദന്ന എന്നല്ല, ലയുംബദന്ന ഫിൽ ഹുതമ. ഹാ ടാ 2 അക്ഷരങ്ങൾ ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. ശ്രദ്ധിച്ചുച്ചരിക്കണം. തജ്വീദിന്റെ ബാക്കി നിയമങ്ങളെക്കാളും ശ്രദ്ധിക്കേണ്ടത് അക്ഷരങ്ങൾ ശരിയായി ഉച്ചരിക്കാനാണ്. ഇങ്ങനെ രാഗത്തിൽ ഓതാൻ പഠിക്കുന്നതിനേക്കാൾ അതിന് കുറെ സമയം ചെലവഴിക്കുന്നതിന് മുമ്പ്
എന്ത് വേണം? അക്ഷരങ്ങൾ ശരിക്ക് അതിന്റെ മഖറജിൽ നിന്ന് തന്നെ വരണം. തജ്വീദിൽ ഒന്നാമത്തെ പാഠം മദ്രസയിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നത് മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനം. അത് ശരിയാവാതെ പിന്നെ ഇദ്ഗാമും ഇഖ്ഫാവും ഇൽഹാറും ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. അക്ഷരങ്ങൾ എവിടെ മണിക്കണം, എവിടെ വെളിവാക്കണം, അതല്ല. ആദ്യം പഠിക്കേണ്ടത് എന്താണ്? അക്ഷരങ്ങൾ ശരിയായ സ്ഥാനത്ത് നിന്ന് വരണം. അത് കേട്ട് പഠിക്കുക തന്നെ വേണം. കേട്ടാൽ മാത്രം പോരാ, അതുപോലെ ഉച്ചരിച്ച് പരിശീലിക്കണം. ശീലിച്ച് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ മലയാളത്തിൽ സംസാരിച്ച് ശീലിച്ച ആളുകളാണ്, കേരളത്തിൽ ജീവിച്ച് ഇവിടെ മലയാള ഭാഷ പഠിച്ച് സംസാരിച്ച ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് അതിന്റെ സ്വാധീനം അറബിയിൽ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ വരും. അത് നമ്മൾ മാറ്റിയെടുക്കണം. ഓതി പഠിച്ച് പരിശീലിച്ച് മാറ്റിയെടുക്കണം. അള്ളാഹുവിന്റെ കിതാബാണ്, അതിന് ഒന്ന് പരിശ്രമിക്കുക തന്നെ വേണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഫിൽ ഹുതമ വമാ എന്നത് നീട്ടി ഉച്ചരിക്കുക. അദ്റാക മൽ ഹുതമ. നാറുല്ലാഹ്, അല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ പോലും അറിയാത്ത ആളുകളുണ്ട്. ശ്രദ്ധിക്കണം. അല്ലാഹ് എന്നാണ് ഉച്ചരിക്കേണ്ടത്. ല എന്ന് പറയുമ്പോൾ നാവ് എവിടെയാണ് വെക്കുന്നത് അവിടെ വെച്ചിട്ട് ഉച്ചരിക്കുക. അല്ലാഹു, അല്ലാഹ്, നാറുല്ലാഹിൽ മൂഖദ. പല ആളുകളും ഈ അല്ലാഹ് എന്ന് പല്ലിന്റെ പിൻവശത്ത് നാവ് വെച്ച് ഉച്ചരിക്കാറുണ്ട്. ശരിയല്ല അത്. അല്ലാഹ്. ല എന്ന് പറയുമ്പോൾ വെക്കുന്ന ഏകദേശം എവിടെയാണ് വെക്കേണ്ടത്. അല്ലതി തത്തലിഉ, താഉം പാഉം ഒരുമിച്ച് വന്നു. തത്തലിഉ അലൽ അഫ്ഇദ. ഇന്നഹാ അലൈഹിം മുഅ്സദ. അലൈഹിം എന്നതിലെ മീമുള്ള സുക്കൂനുള്ള മീമും പിന്നെ ഹറക്കത്തുള്ള മീം അപ്പുറത്ത്. അപ്പൊ ഒരു മീമിനെ ശബ്ദം കൊടുത്ത് ഉച്ചരിക്കുക, രണ്ടും കൂട്ടിയിട്ട്. അലൈഹിം മുഅ്സദ ഫീ അമദിൻ മുമദ്ദദ. തൻവീനു ശേഷം മീം വന്നു. നേരത്തെ ജമഅ മാലൻ വഅദ്ദദ ഓതിയതുപോലെ അമദിൻ, ഇവിടെ മീമിലേക്ക്, നേരത്തെ വാവിലേക്കാണെങ്കിൽ ഇവിടെ മീമിലേക്ക് ലയിപ്പിച്ചു ഉച്ചരിക്കുക. ഈ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച് ഒരു പ്രാവശ്യം കൂടി ഓതാം. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. الذي جمع مالا وعدده. الذي جمع مالا وعدده. يحسب أن ماله أخلده. يحسب أن ماله أخلده. كلا لينبذن في الحطمة. كلا لينبذن في الحطمة. وما أدراك ما الحطمة. وما أدراك ما الحطمة. نار الله الموقدة. نار الله الموقدة. التي تطلع على الأفئدة. التي تطلع على الأفئدة. രണ്ട് ഐനാണ് ഒരുമിച്ച് വരുന്നത്. തത്വലിഉ അല, ഒന്ന് വമ്മാണ്, ഒന്നിന് ഫത്ഹാണ്. التي تطلع على الأفئدة. التي تطلع على الأفئدة. അഫ്ഇദ ഹംസ, അവിടെ ഐനല്ല. അഫ്ഇദ, على الأفئدة. إنها عليهم مؤصدة. إنها عليهم مؤصدة. في عمد ممددة. في عمد ممددة. ഈ സൂറത്തിന്റെ തഫ്സീർ ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീർ വായിച്ചു തുടങ്ങാം. വൈലുൻ, എന്താണ് വൈലിന്റെ അർത്ഥം? ഐ വഈദുൻ, അതിശക്തമായ താക്കീതാണ് വൈലെന്ന വാക്കിലുള്ളത്. വബാലുൻ, വബാൽ എന്ന് പറഞ്ഞാൽ ചെയ്തതിന്റെ മോശമായ ഫലം. വശിദ്ദത്തു അദാബിൻ, കഠിനമായ ശിക്ഷയുമാണുള്ളത്. ലികുല്ലി ഹുമസത്തിൻ ലുമസ, എല്ലാ ഹുമസ ലുമസ ആയ ആളുകൾക്ക്. എന്താണ്? അല്ലദീ യഹ്മിസു നാസ് ബിഫിഅലിഹി വയൽമിസുഹും ബിഖൗലിഹി. അതാണ് ഒരു തഫ്സീർ. ഹമസയും ലുമസയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹമസ, ഹുമസ എന്ന് പറഞ്ഞാൽ ഹംസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ പ്രവൃത്തി കൊണ്ട് ആളുകളെ ഇകഴ്ത്തുന്നു. ഇങ്ങനെ ഗോഷ്ഠി കാട്ടിയിട്ട് ആളുകളെ ഇകഴ്ത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് ആളെ മോശാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക.
അവന്റെ കൈ കൊണ്ടോ മുഖം കൊണ്ടോ ആംഗ്യം കാണിച്ചിട്ടോ ഒക്കെ ആളുകളെ മോശമാക്കുക, ആളുകളുടെ കുറവുകൾ കണ്ടെത്തുക. വയുൽമിസുഹും ബിഖൗലിഹി, ലംസ് എന്തുകൊണ്ടാണ്? നാവ് കൊണ്ട് പറയുക, ആളുടെ കുറവുകൾ ന്യൂനതകൾ എടുത്തു പറയുക. ഫൽഹമ്മാസ് അല്ലദീ യുഈബു അന്നാസ് വയതഅൻ അലൈഹിം ബിൽ ഇശാറത്തി വൽ ഫിഅൽ. ഹമ്മാസ് എന്ന് പറഞ്ഞാൽ ആരാണ്? അവൻ ജനങ്ങളുടെ കുറവുകൾ പറയുന്നു, വയതഅൻ അലൈഹിം അവരെ കുത്തുന്നു, ബിൽ ഇശാറത്തി വൽ ഫിഅൽ അവന്റെ ആംഗ്യം കൊണ്ടും അവന്റെ പ്രവൃത്തി കൊണ്ടുമൊക്കെ. വല്ലമ്മാസ് അല്ലദീ യുഈബുഹും ബിഖൗലിഹി, ലമ്മാസ് എന്ന് പറഞ്ഞാൽ ആരാണ്? അവൻ നാവ് കൊണ്ട് സംസാരം കൊണ്ട് ആളുകളെ ഇകഴ്ത്തി പറയുന്നു. ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെതിരിൽ താക്കീത് ചെയ്തിരിക്കുന്നു. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആളുകളെ ഇകഴ്ത്തി പറയുന്ന ഓരോരുത്തരും, അങ്ങനെയുള്ള എല്ലാവർക്കും അള്ളാഹുവിന്റെ അതിശക്തമായ താക്കീതാണുള്ളത്. വൈലും, നാശമാണ് അവർക്കുള്ളത്. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, അവനാകുന്നു സമ്പത്ത് ഒരുമിച്ച് കൂട്ടുകയും എന്നിട്ടത് എണ്ണി നോക്കുകയും ചെയ്യുക. വമിൻ സിഫത്തി ഹാദൽ ഹമ്മാസിൽ ലമ്മാസ്, ഈ ഹമ്മാസിന്റെ ലമ്മാസിന്റെ മറ്റൊരു വിശേഷണമാണ്. അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ഹമ്മാസ് എന്തുകൊണ്ടാണ്? പ്രവൃത്തി കൊണ്ട്, ലമ്മാസ് വാക്കുകൊണ്ട്. അന്നഹു ലാ ഹമ്മ ലഹു സിവാ ജംഇൽ മാൽ, അവന്റെ ഏറ്റവും വലിയ ഹമ്മ് എന്താണ്? ഹമ്മ് പറഞ്ഞാൽ അവന്റെ ആകപ്പാടുള്ള ചിന്ത, അവൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ്? ജംഉൽ മാൽ, പൈസ ഒരുമിച്ച് കൂട്ടാനുള്ളത്. ദാലിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ ലാ തജഅലി ദുനിയ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ, അല്ലാഹുവേ ദുനിയാവിനെ നീ ഞങ്ങളുടെ ഏറ്റവും വലിയ ഹമ്മാക്കി തീർക്കല്ലേ, ആകെ കൂടിയുള്ള ഞങ്ങളുടെ ഇൽമു ദുനിയാവിനെ കുറിച്ചാക്കി മാറ്റല്ലേ. അല്ലാഹു കാഫിറുകളെ ആക്ഷേപിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. ദാലിക മബ്ലഗുഹും മിനൽ ഇൽം, അവരുടെ ആകെ ഇൽമ് എന്ത് മാത്രമാണ്? ദുനിയാവ് മാത്രം. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ, മറ്റൊരു സ്ഥലത്ത് അല്ലാഹു കാഫിറുകളെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു, ദുനിയാവിന്റെ പുറമോടികൾ അവർക്കറിയാം, അതിലാണ് അവരുടെ ഇൽമു മൊത്തം. ദുനിയാവിന്റെ കാര്യം ചോദിച്ചാൽ നല്ല ആലിമാണ് അവൻ, ദീനിനെ കുറിച്ച് അവൻ വട്ടപൂജ്യമാണ്. ഇവന് ഈ ഹമ്മാസിന്റെ ലമ്മാസിന് ഉദ്ദേശം ജംഉൽ മാൽ മാത്രമാണ്. അത് എണ്ണിക്കൊണ്ടിരിക്കുക. അതിന്റെ കാര്യത്തിൽ മറ്റുള്ളവരോട് അസൂയയും പൊങ്ങച്ചം കാണിക്കലും ഒക്കെ, ഇതൊക്കെയാണ് അവന്റെ ചിന്ത. അവരത് ചെലവഴിക്കണം എന്നൊരു ചിന്തയേ ഇല്ല, അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല. ഫീ തുറുഖിൽ ഖൈറാത്ത്, നല്ല വഴികളിൽ. വസീലത്തിൽ അർഹാം, കുടുംബബന്ധം ചേർക്കുന്നതിൽ. പറഞ്ഞല്ലോ, കുടുംബക്കാർക്ക് ദാനം ചെയ്താൽ പ്രതിഫലം കൂടും. എന്താ കാരണം? അതിൽ ദാനം കൊടുക്കുന്ന പ്രതിഫലമുണ്ട്, കുടുംബബന്ധം ചേർക്കുന്നതിന്റെ പ്രതിഫലമുണ്ട്. കുടുംബക്കാർക്ക് കൊടുക്കാതെ അവരിൽ ആവശ്യക്കാരുണ്ടായിരിക്കെ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നത് ശരിയല്ല. വസീലത്തിൽ അർഹാം വനഹ്വി ദാലിക്, ഇതുപോലുള്ള കാര്യങ്ങളിൽ ചെലവഴിക്കണം എന്ന ചിന്തയില്ല. പിന്നെന്താ ഉള്ളത്? ആപ്പാട് ചിന്ത എന്താ? ഒരുമിച്ച് കൂട്ടണം, അതുപോലെ എണ്ണി നോക്കണം. യഹ്സബു അന്ന മാലഹു അഖ്ലദ, യഹ്സബു അവൻ കണക്ക് കൂട്ടുന്നവൻ വിചാരിക്കുന്നു, അന്ന മാലഹു അവന്റെ ധനം, അഖ്ലദഹു അവന് ശാശ്വത ജീവിതം നൽകും, മരിക്കൂല എന്നവൻ വിചാരിക്കുകയാണ്. അവന്റെ പൈസ അവൻ അങ്ങനത്തെ എന്നും അവൻ ജീവിക്കുന്ന പോലെയാണ് അവന്റെ പെരുമാറ്റം. അല്ലെങ്കിൽ പൈസ അങ്ങനെ അവന് എല്ലാം കൊടുക്കും, ശാശ്വത ജീവിതം ഇവിടെ കൊടുക്കും എന്നാണ് അവന്റെ ധാരണ. യഹ്സബു ബിജഹ്ലിഹി, ഷെയ്ഖ് പറയാണ്, യഹ്സബു ബിജഹ്ലിഹി അവന്റെ വിവരക്കേട് കൊണ്ട് അവൻ കണക്ക് കൂട്ടുന്നു, വിചാരിക്കുന്നു, അന്നമാലഹു അഖ്ലദ ഫിദ്ദുനിയ, ഈ ലോകത്ത് അവന് ശാശ്വത ജീവിതം നൽകുമെന്ന്. فلذلك كان كده وسعيه كله في تنمية ماله, അതുകൊണ്ട് തന്നെ ഇവന്റെ എല്ലാ അധ്വാനവും ഇവന്റെ എല്ലാ പ്രയത്നവും എന്താണ്? പൈസ എങ്ങനെ വർദ്ധിപ്പിക്കാം, പൈസ എങ്ങനെ ഇനി കൂട്ടിക്കൊണ്ടുവരാം. തൻമിയത്തി മാലി, ഇവന്റെ പൈസ വർദ്ധിപ്പിക്കൽ എങ്ങനെയാണ്, എങ്ങനെ സമ്പാദ്യം കൂട്ടാമെന്നാണ് അവൻ ചിന്തിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവൻ പ്രവർത്തിക്കുന്നത്. അല്ലദീ യظുന്നു അന്നഹു യുൻമി ഉംറഹു, പൈസ കൂടിയാൽ അവന്റെ ആയുസ്സും കൂടും എന്നവൻ വിചാരിക്കുന്നു. വലം യദ്രി, അവൻ അറിയുന്നില്ല, അന്നൽ ബുഖ്ല യുഖ്സിഫുൽ അഅ്മാർ, യഥാർത്ഥത്തിൽ പിശുക്ക് ആയുസ് കുറക്കുകയാണ് ചെയ്യുന്നത് എന്നവൻ അറിയുന്നില്ല. വയുഖ്രിബു ദിയാർ,
വീടുകളൊക്കെ തകർത്ത് കളയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നാശമാണ് ഉണ്ടാകുന്നത് എന്നവൻ അറിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എല്ലാ ദിവസവും 2 മലക്കുകൾ എന്ന് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ വഅഅതി മുംസികൻ തലഫ. അല്ലാഹുവേ, കൊടുക്കുന്നവനെ നീ തുടരെ തുടരെ കൊടുക്കണമേ, ചെലവഴിക്കുന്നവനെ നീ വീണ്ടും വീണ്ടും കൊടുക്കണമേ. വഅഅതി മുംസികൻ, പിടിച്ചു വെക്കുന്നവന് പിശുക്കനെ നീ തലഫൻ, നാശം കൊടുക്കണേ എന്ന് 2 മലക്കുകൾ വന്ന് പ്രാർത്ഥിക്കും എല്ലാ ദിവസവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നാശമാണ് ഈ പിശുക്ക് കൊണ്ടുണ്ടാകുന്നത്. ആയുസ് കുറയാണ് ചെയ്യുന്നത്. കാരണം സമ്പത്ത് ചെലവഴിച്ചാൽ എന്താ ഉണ്ടാവുക? ആയുസ് കൂടും. അള്ളാഹുവിന്റെ കിതാബിൽ അള്ളാഹു അതും എഴുതി വെച്ചിട്ടുണ്ടാവുന്ന, നമ്മൾ വിചാരിക്കേണ്ട മലക്കുകൾ എഴുതി വെച്ച ഏടിൽ ഉലമാക്കൾ പറയുന്നത് മലക്കുകൾ എഴുതി വെച്ച ഏടിൽ അള്ളാഹു ചിലപ്പോ മാറ്റം വരുത്തും. പക്ഷെ അള്ളാഹുവിലുള്ള കിതാബ് ഉണ്ടല്ലോ, അതിൽ ഉമ്മുൽ കിതാബ്, അതിൽ മാറ്റം വരുത്തുകയില്ല. അതിൽ ഇതും എഴുതിയിട്ടുണ്ടാവും, ആദ്യം ഇവന്റെ ആയുസ് ഇത്രയായിരുന്നു, എന്നിട്ട് ഇവൻ ചെലവഴിക്കും, അതുവഴി ഇവന്റെ ആയുസ് കൂടും, അതും അതിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. എന്നാൽ മലക്കുകളുടെ കയ്യിലുള്ള ഏട് അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റാം എന്നാണ് ഉലമാക്കൾ പറയുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദിലെ ഒരു ആയത്തും അവർ അതിന് തെളിവായി പറയുന്നുണ്ട്. 4 മാസമുള്ളപ്പോൾ മലക്ക് വന്ന് എഴുതുമല്ലോ, റിസ്ക്, അജൽ, അമൽ, ശഖിയുൻ അം സഈദ്, അവന്റെ ഉപജീവനം, റിസ്ക്, ഭക്ഷണം എന്തൊക്കെ സമ്പാദിക്കുക എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ അവന്റെ ആയുസ്, അവന്റെ അമൽ, പ്രവൃത്തി, സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ, അഥവാ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ. എന്നാൽ സൂറത്തുൽ റഅദിൽ അല്ലാഹു പറഞ്ഞു, യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിത് വഇൻദഹു ഉമ്മുൽ കിതാബ്. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് മായ്ച്ചു കളയും, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ നിലനിർത്തും. ഉമ്മുൽ കിതാബ് അഥവാ ലൗഹുൽ മഹ്ഫൂസ് അവന്റെ കയ്യിലാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രാർത്ഥന ഉദ്ധരിച്ചിരിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇൻ കുൻത ഖദ് കതബ്തനി ശഖിയൻ ഫംഹു ദാലിക വക്തുബ്നി സഈദാ. അല്ലാഹുവേ, നീ എന്നെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ശഖി, ദൗർഭാഗ്യവാനാണ് എന്നാണെങ്കിൽ ഫംഹു ദാലിക, അല്ലാഹുവേ നീ അത് മായ്ച്ചു കളയണേ. വക്തുബ്നി സഈദ, എന്നിട്ട് നീ എന്നെ സഈദ് എന്ന് രേഖപ്പെടുത്തണേ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മളെ സഅദ എന്ന് രേഖപ്പെടുത്തുമാറാകട്ടെ. അപ്പോ ആയുസ് വർദ്ധിപ്പിക്കുന്നതാണ്. വഅന്നൽ ബിർറ യസീദു ഫിൽ ഉമർ. ഇവനിങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കാതെ, എണ്ണി നോക്കി വെക്കാതെ ചെലവഴിച്ചിരുന്നുവെങ്കിൽ അതാണ് ആയുസ് കൂട്ടുക എന്നവൻ അറിയുന്നില്ല. മറിച്ച് ഇങ്ങനെ പൂട്ടി വെക്കുന്നതിലാണ് ആയുസ് എന്നവന്റെ ജഹാലത്ത് കൊണ്ട് അവൻ ധരിക്കുന്നു. ആയത്തിന്റെ ആഴം നോക്കിങ്ങള്, പൂട്ടി വെച്ചിട്ട് അവൻ വിചാരിക്കാണെന്ത്, ഈ പൈസ അവന് സമ്പത്ത്, യഥാർത്ഥത്തിൽ അവന് കൂടുതൽ ആയുസ് നൽകാൻ എന്താണ്? ചെലവഴിച്ചാലാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ആയത്തുകളുടെ അർത്ഥം നോക്ക്. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ ഐ ലയുത്രഹൻ. നബദ എന്ന് പറഞ്ഞാൽ തറഹ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം, അവരെറിയപ്പെടും, വലിച്ചെറിയപ്പെടും നരകത്തിൽ എന്നാണ്. നരകത്തിൽ വലിച്ചെറിയപ്പെടും അവർ. ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ. ഹുതമ എന്താണെന്ന് നിനക്ക് എന്തറിയാം? അള്ളാഹു ഇങ്ങനെ ചോദിച്ചിട്ടുള്ളത് എന്തിനാണ്? തഅളീമുൻ ലഹാ വതഹ്വീറുൻ ലിശഅനിഹാ. ഹുതമ എന്താണെന്ന് നിനക്ക് അറിയുമോ? എന്താ അറിയോ എനിക്ക് നമ്മൾ ചോദിക്കൂലേ സാധാരണ? എന്താണെന്നറിയോ? വലിയ കാര്യത്തെ പറ്റി പറയുമ്പോ അങ്ങനെ ചോദിക്കും. അതിനു വേണ്ടിയാണ് അള്ളാഹു ഈ പറഞ്ഞിട്ടുള്ളത്. തഅളീമുൻ ലഹാ, അതിന്റെ കാര്യം ഗൗരവകരമാണ്, അത്രയും വലിയ കാര്യമാണത് എന്ന് അറിയിക്കാൻ. വതഹ്വീൽ ലിശഅനിഹാ, അതിന്റെ കാര്യത്തെക്കുറിച്ച് പേടിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നാറുല്ലാഹിൽ മൂഖദ അല്ലതി വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. നാറുല്ലാഹിൽ മൂഖദ, അള്ളാഹുവിന്റെ കത്തിക്കപ്പെട്ടിട്ടുള്ള തീയാണത്. ആ തീയിന്റെ ഇന്ധനം എന്താണ്? അന്നാസ് വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളും. അല്ലതി തത്തലിഉ അലൽ അഫ്ഇദ, അത് ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതാണ്. അല്ലതി മിൻ ശിദ്ദതിഹാ, അതിന്റെ കാഠിന്യം കൊണ്ട്, അത്രയും കടുത്ത തീയായതുകൊണ്ട്. തത്തലിഉ അലൽ അഫ്ഇദ ഐ തുംഫിദ് മിനൽ അജ്സാം ഇലൽ ഖുലൂബ്. തുംഫദ് മിനൽ അജ്സാം ഇലൽ ഖുലൂബ്, ശരീരത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് അത് എത്തും. ഇന്നഹാ അലൈഹിം മുഅ്സദ, അത് അവരുടെ മേൽ മുഅ്സദ. മുഅ്സദയുടെ അർത്ഥം എന്താ? മുഅ്സദ അടച്ചുപൂട്ടപ്പെട്ടതാണ്. വമഅ ഹാദിഹിൽ ഹറാറ അൽ ബലീഗ, ഇത്രയും
കടുകടുത്ത എവിടേക്കും കടന്നു ചെല്ലുന്ന ചൂടായിട്ടും അതിനോടൊപ്പം ഹും മഹ്ബൂസൂന ഫിഹാ, അവരവിടെ മഹ്ബൂസൂൻ തടവിലാക്കപ്പെട്ട ആളുകളാണ്, തടയപ്പെട്ട ആളുകളാണ്, എവിടേക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഖദ് ഐസൂ മിനൽ ഖുറൂജി മിൻഹാ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യത്തിൽ അവർ നിരാശരായിരിക്കുന്നു, ഒരു സാധ്യതയും അതിനില്ല. വലിഹാദാ ഖാൽ ഇന്നഹാ അലൈഹിം മുഅ്സദ ഐ മുഗല്ലഖ, അടച്ചുപൂട്ടിയിരിക്കുന്നു അവരെ അതിൽ എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ഫി അമദിൻ മുമദ്ദദ, ഫി അമദിൻ മിൻ ഖൽഫിൽ അബ്വാബ് മുമദ്ദദ, വാതിലുകൾക്ക് പിന്നിൽ നമ്മൾ പിന്നെ ഓടാമ്പലിടാന്ന് പറയില്ല, അമദ് തുറക്കാതിരിക്കാൻ എന്നതുപോലെ വാതിലുകൾക്ക് പിന്നിൽ വലിയ അമദുകളിട്ട് തടസ്സങ്ങളിട്ട് സ്തംഭങ്ങളിട്ട് അവരെ പൂട്ടിയിരിക്കുന്നു. ലിഅല്ലാ യഖ്റുജു മിൻഹാ, അവരതിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ, സൂറത്ത് സജദയിൽ അല്ലാഹു പറഞ്ഞല്ലോ, അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ച് ചെല്ലുമ്പോഴൊക്കെ അവരതിലേക്ക് തിരിച്ചറിയപ്പെടും. നഊദു ബില്ലാഹി മിൻ ദാലിക് വനസ്അലുഹുൽ അഫ്വ വൽ ആഫിയ. അല്ലാഹുവിനോട് നമ്മൾ അതിൽ നിന്ന് രക്ഷ തേടുന്നു, അല്ലാഹുവിനോട് നമ്മളെല്ലാ സൗഖ്യവും ആരോഗ്യവും ചോദിക്കുന്നു. ഈ നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് ഞങ്ങൾ രക്ഷ തേടുന്നു. ഇതാണ് ശൈഖ സൂറത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ സൂറത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കാണ്, കുറച്ച് വാക്കുകളുടെ അർത്ഥം നന്നായി മനസ്സിലാകാൻ വേണ്ടി മാത്രം. അൽ-ഹമ്മാസ്, അൽ-ഹമ്മാസ് എന്ന് പറഞ്ഞാൽ യസ്ദരി ബിന്നാസി വയന്തഖ്ശു ബിഹിം, وقد تقدم بيان ذلك في قوله هماز مشاء بنميم. സൂറത്തു ഖലമിൽ അല്ലാഹു ഇത്തരക്കാരെ കുറിച്ച് പറഞ്ഞു ഹമ്മാസ്, അതേ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഉടനെ പറഞ്ഞു മശാഇം ബിനമീം, അവന്റെ മറ്റൊരു സ്വഭാവം എന്താണ്? മശാഇം ബിനമീം, നമീമത്ത് കൊണ്ട് ആളുകൾക്കിടയിൽ കുറെ നടക്കുന്നവനാണ് അവൻ. നടക്കണമെന്നില്ല, ഫോൺ വിളിച്ചാൽ മതി, നമീമത്തുമായി ഇങ്ങോട്ടും. ഹമ്മാസ് മശാഇം ബിൻ, ആളുകളെ കുത്തിപ്പറയുക, മോശം പറയുക, ആളുകളെ തമ്മിൽ തെറ്റിക്കുക. ഇത് രണ്ടും അല്ലാഹു ചേർത്ത് പറഞ്ഞിട്ടുണ്ട് സൂറത്തു ഖലമിൽ. അതുപോലെ ചില മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട് അൽ ഹംസ എന്ന് പറഞ്ഞാൽ യഹ്മിസുഹു ഫി വജ്ഹിൻ വല്ലംസ മിൻ ഖൽഫിഹി. മറ്റൊരു വിശദീകരണം ഉള്ളത് ഹുമസ എന്ന് വിശേഷിക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ സ്വഭാവം എന്താണ്? മുന്നിൽ നിന്ന് തന്നെ മോശം പറയാം, ആളുകൾ കളിയാക്കി പറയാ, മൊത്തത്തിൽ തന്നെ. ലുമസ എന്ന് പറഞ്ഞാൽ പിന്നിൽ നിന്ന് പറയാം, ആളുകൾ കാണാതെ പറയുക. ഇങ്ങനെ അതിന് വിശദീകരണം നൽകപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇമാം ഖത്താദയിൽ നിന്നുള്ള ഒരു റിവായത്ത് ഇബ്നു കസീർ ഉദ്ധരിക്കുന്നത് യഹ്മിസുഹു വയൽമിസുഹു ബിലിസാനിഹി വഐനിഹി, അവനവന്റെ നാവ് കൊണ്ട് കണ്ണുകൊണ്ട് ആളുകളെ എന്ത് ചെയ്യും? മോശമാക്കും. പറ്റൂലേ? ആളുകൾ കണ്ണുകൊണ്ട് പല അവയവങ്ങൾ കൊണ്ട് ആളുകളെ കളിയാക്കാൻ അതിൽ പ്രത്യേകം കഴിവ് നേടിയിട്ടുള്ള ആളുകളുണ്ട്. ആളുകളെ പരിഹസിക്കാനും ആളുകളെ മോശമാക്കി പറയാനും വളരെ വൃത്തികെട്ട സ്വഭാവമാണ്, മുസ്ലിമിന് പാടില്ലാത്ത സ്വഭാവം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൈസൽ മുഅ്മിനു ബിത്തആൻ വലാ ബില്ലആൻ, മുഅ്മിൻ കുത്തി പറയുന്നവനല്ല, മുഅ്മിൻ ചീത്ത വിളിക്കുന്നവനല്ല, മുഅ്മിൻ ശപിക്കുന്നവനല്ല. വയഅകുലു ലുഹൂമൻ നാസ്, ജനങ്ങളുടെ മാംസം ഭക്ഷിക്കുന്നവനാണ് അവൻ. ഇറച്ചി എന്ന് പറഞ്ഞാൽ ഖുർആനിൽ അല്ലാഹു പ്രയോഗിച്ചതാണ് സൂറത്തുൽ ഹുജറാത്തിൽ വലാ തൽമിസു അൻഫുസകും ولا تلمزوا إيواكا لومزا ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان موشم ولا تنابزوا بالألقاب നിങ്ങൾ മോശം പേരുകൾ വിളിക്കരുത്, ഇരട്ടപ്പേര് വിളിക്കരുത്. ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ, ഈമാൻ കിട്ടിയതിനു ശേഷം മോശം പേരുകൾ പറയാനുള്ള എത്ര ചീത്തയാണ്. അതുപോലെ അല്ലാഹു പറഞ്ഞു വലാ യഗ്തബ് ബഅദുകും ബഅദ അയുഹിബ്ബു അഹദുകും أن يأكل لحم أخيه ميتا فكرهتموه, നിങ്ങൾ പരസ്പരം പരദൂഷണം പറയരുത്, ആളുകളില്ലാത്ത സന്ദർഭത്തിൽ അവർക്ക് ഇഷ്ടമല്ലാത്തത് പറയരുത്, അതാണ് ഗീബത്ത്. നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ മാംസം ഭക്ഷിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല, നിങ്ങളത് വെറുക്കുകയാണ്. വയഅകുലു ലുഹൂമൻ നാസ്, ജനങ്ങളുടെ മാംസം ഇവൻ ഭക്ഷിക്കുന്നു. വയസഅൻ അലൈഹിം, അവരെ കുത്തിപ്പറയുന്നു. അതുപോലെ വേറെയും ചില മുൻഗാമികൾ പറഞ്ഞു അല്ലദീ ജമഅ മാലൻ വഅദ്ദദ എന്ന് പറഞ്ഞല്ലോ,
അൽഹാഹു മാലുഹു ബിന്നഹാർ, രാവിലെ പകൽ സമയത്ത് അവന്റെ സമ്പത്ത് അവനെ അശ്രദ്ധനാക്കിയിരിക്കുന്നു. വേറൊരു ചിന്തയില്ല, പൈസന്റെ കാര്യം മാത്രം. പൈസ സമ്പാദിച്ചു അത് നോക്കുക, അത് മാത്രം. ഹാദ ഇല ഹാദ, അതിങ്ങനെ ഒന്നിനു പിറകെ ഒന്ന് ശേഖരിക്കുക. കുറച്ചു കൂട്ടി ഇനി ബാക്കിയും കൂടി, ഇനി കുറച്ചും കൂടി ഉണ്ടാക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നത്? തീരുവോ? ഈ പൂജ തീരുവോ? ഇല്ല. لو أن لابن آدم واديا من ذهب أحب أن يكون له واديان ولن يملأ فاه إلا التراب ويتوب الله على من تاب. പരിശുദ്ധ ഖുർആനിലെ ആയത്തായിരുന്നു ഈ ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഉയർത്തിയിട്ടാണ് അൽഹാകുമുത് തകാസുർ അവതരിപ്പിച്ചിട്ടുള്ളത്. സഹീഹുൽ ബുഖാരിയിൽ സഹാബത്ത് പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഹദീസിനെ ഭംഗിയും കാണാം. ലൗ അന്ന ലിഇബ്നി ആദമ വാദിയം മിൻ ദഹബ്, ആദമിന്റെ പുത്രന് ഒരു സ്വർണത്തിന്റെ താഴ്വരയുണ്ടായിരുന്നുവെങ്കിൽ അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ, രണ്ടെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിക്കും. ഒരു സ്വർണത്തിന് താഴ്വര കിട്ടിയല്ലോ, അൽഹംദുലില്ലാഹ്, ഇനി സ്വസ്ഥമായി ജീവിക്കുക എന്ന് ചിന്തിക്കോ? ഇല്ല. വലയംല അഫാഹു ഇല്ല തുറാബ്, മണ്ണല്ലാതെ അവന്റെ വായ നിറക്കുകയില്ല. മരിച്ച് ഖബറിൽ കൊണ്ടുവച്ചല്ലാതെ ആർത്തി തീരുകയില്ല. യതൂബുല്ലാഹു അലാ മൻ താബ്, അള്ളാഹു തൗബ ചെയ്യുന്നവരുടെ തൗബ സ്വീകരിക്കും. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് 2 താഴ്വര ഉണ്ടായിരുന്നെങ്കിൽ 3 3 ഉണ്ടായാൽ 4. അതാണ് ഇത് മനുഷ്യന്റെ പൊതു സ്വഭാവമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവൻ പകൽ മുഴുവൻ ഇവനെ ദുനിയാവ് വഞ്ചിച്ചു കളഞ്ഞിരിക്കുന്നു. രാത്രിയായാലോ, രാവിലെ മുഴുവൻ ഇതിന് നടന്നല്ലേ, നാമക അന്നഹു ജീഫ, ശവം പോലെ കിടന്നുറങ്ങും. നാമക അന്നഹു ജീഫ, ചത്തതുപോലെ കിടന്നുറങ്ങും. അള്ളാഹിനെ ഓർക്കാൻ അവൻ എണീക്കാൻ കഴിയുകയില്ല. ഇനി ഹുതമയെ കുറിച്ച്, അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അവൻ സമ്പത്ത് അവന് ശാശ്വതത്വം നൽകുമെന്ന് അവൻ വിചാരിക്കുന്നു. ഹുതമയിൽ അവർ എറിയപ്പെടും. ഹുതമ എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ പറയുന്നു, വഹിയ ഇസ്മുൻ മിൻ അസ്മാഇൻ നാരി സിഫതൻ, അത് നരകത്തിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ്. നരകത്തിന് അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ, ലവാ, ജഹീം, ജഹന്നം, സഈർ, ഒരുപാട് പേരുകൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷണമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പേരാണെന്നാൽ വിശേഷണമാണ്. അങ്ങനെയുള്ള ഒരു, അതുപോലെ സഖർ എന്ന് പറഞ്ഞല്ലോ, മാ സലക്കക്കും ഫീ സഖർ, അതുപോലെ അള്ളാഹു പറഞ്ഞു സഖർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാ തുബ്ഖി വലാ തദർ, ഒന്നും ബാക്കിയാക്കാതെ ഒന്നിനെയും വിടാതെ കരിച്ചു കളയുന്ന തീയാണ് സഖർ എന്ന തീ. നിസ്കരിക്കാത്ത ആളുകൾ എവിടെയാണെന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. മാ സലക്കക്കും ഫീ സഖർ, എന്തേ നിങ്ങൾ ഈ സഖറിലായിപ്പോയത് എന്നവരോട് ചോദിച്ചാൽ അവർ പറയും, ഒന്നാമത്തെ അവരോട് എന്താ? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ മിസ്കീന് ഭക്ഷണം കൊടുക്കുന്നവരായിരുന്നില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, പലതിലും മുഴുകി കഴിഞ്ഞ ആളുകളുടെ കൂടെ ഞങ്ങളും മുഴുകിപ്പോയി എന്ന് പറയും. സുബ്ഹാനൽ യഖീൻ, ഉറച്ച മരണം ഞങ്ങൾക്ക് വരുന്നത് വരേക്കും. മരിക്കുന്നവരെ അവൻ അങ്ങനെ പലതിലും കഴിഞ്ഞുകൂടി, നിസ്കരിച്ചില്ല, നിസ്കരിക്കാൻ മറന്നുപോയി. അള്ളാഹു വളരെ ഗൗരവത്തിൽ താക്കീത് ചെയ്തിട്ടുള്ളതാണ്. ആരെങ്കിലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ അലംഭാവം വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ വലിയ അപകടത്തിലാണുള്ളത്. ഹുതമ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ഒരു പേരാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വന്നിട്ടുള്ളത്? ഇബ്നു കസീർ പറയുന്നു, ലിഅന്നഹാ തഹ്തിമു മൻ ഫിഹാ, അതിലുള്ള ആളുകളെ ഹത്മു എന്ന് പറഞ്ഞാൽ ചവിട്ടി നെരിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഖുർആനിൽ വാക്ക് വന്നിട്ടുണ്ട്. സൂറത്തു നംലിൽ ഉറുമ്പ് എന്നു പേരുള്ള സൂറത്തിൽ കാണാം, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം സൈന്യങ്ങളുമായി വരികയാണ്. വഹുശറ ലിസുലൈമാന ജുനൂദുഹു മിനൽ, ആയത്തിൽ അല്ലാഹു പറഞ്ഞു, സുലൈമാന് ജിന്നുകളിലും തയ്ർ പക്ഷികളിലും പെട്ട സൈന്യങ്ങളൊക്കെ ഒരുമിച്ചുകൂടി. ഹത്താ ഇദാ അസൗ അലാ വാദി നംലി قالت نملة يا أيها النمل ادخلوا مساكنكم لا يحطمنكم سليمان وجنوده وهم لا يشعرون. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമും സൈന്യങ്ങളും വരുമ്പോ ആ ഉറുമ്പിന്റെ താഴ്വരയിലെത്തിയപ്പോ ഒരു ഉറുമ്പ് എണീറ്റെന്ന് പറഞ്ഞു, യാ യുഹന്നം, ഉറുമ്പുകളെ, ഉദ്ഖുലു മസാക്കിനക്കും, നിങ്ങളെല്ലാവരും നിങ്ങളുടെ
വീട്ടിലേക്ക് കയറൂ. ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു, സുലൈമാന്റെ പട്ടാളവും നിങ്ങളെ ചവിട്ടി ഞെരിക്കാതിരിക്കട്ടെ. വഹും ലാ യശ്ഉറൂൻ, അവരറിയാതെ. അപ്പോഴാണ് ഫതബസ്സമ ളാഹിഖൻ മിൻ ഖൗലിഹാ വഖാല റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ വഅൻ അഅമല സാലിഹൻ തർദാഹ് വഅദ്ഖിൽനി ബിറഹ്മതിക ഫി ഇബാദിക സ്സാലിഹീൻ. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പുഞ്ചിരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, റബ്ബി ഔസിഅനി, അല്ലാഹുവേ നീ എനിക്ക് സഹായം തരണേ, അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ, വഅൻ അഅമല സാലിഹൻ തർദാഹ്, നീ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുവാൻ, വഅദ്ഖിൽനി, നീ എന്നെ പ്രവേശിപ്പിക്കണമേ, ബിറഹ്മതിക, നിന്റെ റഹ്മത്ത് കൊണ്ട്, ഫി ഇബാദിക സ്സാലിഹീൻ, നിന്റെ സാലിഹുകളായ അടിമകളുടെ കൂട്ടത്തിൽ. ഈ പ്രാർത്ഥന തന്നെ മറ്റൊരു സൂറത്തുൽ അഹ്ഖാഫിലാണെന്നാണ് എന്റെ ഓർമ്മ. ഒരു 40 വയസ്സ് തികഞ്ഞ ഒരു മുഅ്മിൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിൽ ബാക്കി ഇങ്ങനെ, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ വഅൻ അഅമല സാലിഹൻ തർദാഹ് വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. നീ എന്റെ മക്കളെ എനിക്ക് നന്നാക്കി തരണേ എന്ന് കാണാം. സുലൈമാൻ നബിയുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഒരു വ്യത്യാസം കാണാം. ആ ആയത്തിൽ അള്ളാഹു പറഞ്ഞു ചവിട്ടിനിരിക്കാനുള്ള അർത്ഥത്തിൽ ഹത്തുമ് പ്രയോഗിച്ചു. അങ്ങനെ ഇതിൽ പ്രവേശിക്കുന്ന ആളുകളെ ഹത്തുമ് ചെയ്യും, ഇത് ചവിട്ടിനെടുക്കും, ആ തരത്തിലുള്ള ശിക്ഷ, അല്ലെങ്കിൽ തീരെ ഇല്ലാതെ നശിപ്പിച്ചു കളയും. ഷെയ്ഖ് ഇബ്നു ഉസൈമീന്റെ തഫ്സീറിൽ എങ്ങനെ കാണാം. എന്നാൽ അവരുടെ തൊലികൾ നശിച്ചാൽ വീണ്ടും അള്ളാഹു തൊലികൾ ഇല്ലാതായി പോവോ? ഇല്ല, ഇല്ലാതായി പോയെങ്കിൽ എന്നവർ ആഗ്രഹിക്കും. നശിപ്പിച്ചു കളയുന്ന തീയാണത്. ഇനി ചില മുൻഗാമികൾ പറഞ്ഞിരിക്കുന്നു, ചില സലഫുകൾ ഈ ആയത്ത് ഓതിക്കൊണ്ടിരിക്കെ കരയാറുണ്ടായിരുന്നു എന്ന് കാണാം. തുഹരിഖുഹും ഇലൽ അഫ്ഇദതി വഹും അഹ്യാ അല്ലതി തത്തലു അലൽ അഫ്ഇദ എന്ന് പറഞ്ഞാൽ ജീവനോടെ ഇരിക്കെ തന്നെ തീ എവിടെത്തും? ഖൽബിലെത്തുന്നാണ്. എന്നിട്ട് ഈ ആയത്ത് ഈ കാര്യം പറഞ്ഞ ശേഷം ഈ മുൻഗാമിയായ ഇദ്ദേഹം കരയാറുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലഖദ് ബലഗ മിൻഹുൽ അദാബ് സുമ്മ യബ്കി, അത്രയും ശിക്ഷ അവർക്കെത്തി എന്ന് പറഞ്ഞ് അദ്ദേഹം കരയുകയാണ്. അതുപോലെ അമദ് ഫി അമദിൻ മുമദ് അല്ലതി ഇന്നഹ അലൈഹിം ഫി അമദിൻ മുമദ്. ഈ അമദ് എന്ന് പറഞ്ഞാൽ അൽ അബ്വാബ് ഹിയൽ മംദൂദ, വാതിലുകൾ, പുറത്തേക്ക് കടക്കാതിരിക്കാനുള്ള കൊട്ടിയടക്കപ്പെട്ട വാതിലുകൾ. അതുപോലെ അൽ ഖുയൂദ് അത്വാൽ, അവരുടെ പിരടികളിൽ, കഴുത്തുകളിൽ മുറുക്കിയിട്ടുള്ള ചങ്ങലകൾ, ഒരിക്കലും പുറത്തു കടക്കാൻ പറ്റാത്ത നിലക്ക് നരകത്തിൽ അവരെ ആക്കിക്കളയും. ഇൻഷാ അല്ലാഹ് ബാക്കി തഫ്സീർ നമുക്ക് പറയാനുണ്ട് ഇമാം ഇബ്നു ഉസൈമീന്റെ തഫ്സീറിൽ നിന്നും. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم زدنا علما نافعا. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم بارك لنا في علمنا. اللهم بارك في هذا البيت وأهله. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله. الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد وعلى آله وصحابته ومن اتبع هداه إلى يوم الدين. أما بعد. ഏത് സൂറത്താണ് നമ്മൾ പഠിക്കുന്നത്? സൂറത്തുൽ ഹുമസ. ഒന്ന് ഓതി തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ويل لكل همزة لمزة. ويل لكل همزة لمزة. الذي جمع مالا وعدده. الذي جمع مالا وعدده. يحسب أن ماله أخلده. يحسب أن ماله أخلده. كلا لينبذن في الحطمة. كلا لينبذن
لينبذن في الحطمة وما أدراك ما الحطمة وما أدراك ما الحطمة نار الله الموقدة نار الله الموقدة التي تطلع على الأفئدة التي تطلع على الأفئدة إنها عليهم مؤصدة إنها عليهم مؤصدة في عمد ممددة. في عمد ممددة. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ തഫ്സീർ ആണ് ഞാൻ ഇന്ന് വായിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഷെയ്ഖ് പറയുന്നു വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസ. في هذه السورة يبتدئ الله سبحانه وتعالى بكلمة ويل وهي كلمة وعيد. الله ഈ സൂറത്ത് തുടങ്ങുന്നത് വൈൽ എന്ന കലിമ വാക്ക് പറഞ്ഞുകൊണ്ടാണ്. വഹിയ കലിമത്തു വഈദിൻ, അത് താക്കീത് ചെയ്യാനുള്ള ഒരു വാക്കാണ്. ഐ അന്നഹാ തദുല്ലു അലാ സുബൂതി വഈദി ലിമൻ ഇസ്തഫ ബിഹാദിഹി സിഫാത്ത്. വൈൽ എന്ന് പറഞ്ഞിട്ട് ലി, ആർക്കാണ് ഈ വൈൽ എന്ന് പറഞ്ഞവന്, അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന വിശേഷണം ആർക്കൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഈ താക്കീത് ബാധകമാണ്. همزة اللمزة إلى آخره. وقيل إن ويل اسم لواد في جهنم ولكن الأول أصح. همزة لمزة തുടങ്ങിയ വിശേഷണങ്ങളുള്ള ആളുകൾക്കൊക്കെ ഈ വയിൽ ബാധകമാണ്. വഖീല, ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു, വയിൽ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ലിവാദിൻ ഫി ജഹന്നം, പേരാണ്. എന്തിന്റെ പേരാണ്? ലിവാദിൻ ഫി ജഹന്നം, നരകത്തിലുള്ള ഒരു താഴ്വരയുടെ പേരാണ് വൈൽ. അപ്പൊ നരകത്തിൽ ആ താഴ്വരയുണ്ട്, നരകക്കാരുടെ ശരീരത്തിന്റെ അഴിഞ്ഞ് ഒലിച്ചിറങ്ങുന്ന ദ്രാവകങ്ങളൊക്കെ ഒലിക്കുന്ന താഴ്വരയാണ് എന്നൊക്കെ തഫ്സീറുകൾ പറയപ്പെട്ടിട്ടുണ്ട്. വലാകിന്നൽ അവ്വൽ അസഹ്, പക്ഷെ ആദ്യം പറഞ്ഞ അഭിപ്രായമാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. അതായത് നാശം, താക്കീതാണ് അവിടെ ഉദ്ദേശിച്ചത്. ലികുല്ലി ഹുമസത്തിൻ ലുമസ കുല്ലുമൻ, കുല്ലുൻ മിൻ സീഗിൽ ഉമൂം. കുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മിൻ സീഗിൽ ഉമൂം, പൊതുവായത് സൂചിപ്പിക്കാനാണ് കുൽ എന്ന വാക്ക് പ്രയോഗിക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ വിശേഷണം ആർക്കൊക്കെ ഉണ്ടോ അവർക്കെല്ലാം ഇത് ബാധകമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെ മാത്രമല്ല, മറിച്ച് എല്ലാവർക്കും ഈ വിശേഷണം ഖിയാമത്ത് നാൾ വരെ ആർക്കുണ്ടോ അവർക്കൊക്കെ ബാധകമാണ്. വൽഹുമസത്തുൽ ലുമസ വസ്ഫാനി ലിമൗസൂഫിൻ വാഹിദ് ഫഹൽ ഹുമാ ബിമഅന വാഹിദ് ഔ യഖ്തലിഫാനി ഫിൽ മഅന. ഒരാളെയാണ് ഇത് സൂചിപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്, എന്നാൽ ഹുമസ ലുമസ ഇത് രണ്ടും ഒന്ന് തന്നെയാണോ അതല്ല ഇതിന്റെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ടോ? ഖാല ബഅദുൽ ഉലമാ, ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു, ഇന്നഹുമാ ലഫ്ളാനി ലിമഅന വാഹിദിൻ, ഇത് രണ്ട് ലഫ്ള് പറഞ്ഞതേ ഉള്ളൂ, അർത്ഥം ഒന്ന് തന്നെയാണ്. യാനി അന്നൽ ഹുമസ ഹുവൽ ലുമസ, ഹുമസ എന്ന് പറഞ്ഞവൻ തന്നെയാണ് ലുമസ. വഖാല ബഅദുഹും, ചിലർ പറഞ്ഞു, ബൽ അല്ല, ലികുല്ലി വാഹിദിൻ മിൻഹുമാ മഅന ഗൈറുൽ മഅനൽ ആഖർ, തൊട്ടടുത്തുള്ളതിനല്ലാത്ത ഒന്നിൻ്റെതല്ലാത്ത വ്യത്യസ്തമായ അർത്ഥമാണ് മറ്റേതിനുള്ളത്. വസമ്മ ഖാഇദ ഉഹിബ്ബു അൻ ഉനബ്ബിഹ അലൈഹാ ഫി തഫ്സീർ വഗൈരി തഫ്സീർ. ഇവിടെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, തഫ്സീറിലും അല്ലാത്ത വിഷയങ്ങളിലും ഒരു ഖാഇദ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ. ഖാഇദ എന്താണ്? ഒരു നിയമം, ഒരു അടിസ്ഥാനം. أنه إذا دار الأمر بين أن تكون الكلمة مع الأخرى بمعنى واحد أو لكل كلمة معنى فإننا نجعل لكل واحدة معنى. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ അഥവാ രണ്ട് ചെറിയ വ്യത്യാസമുള്ള പദങ്ങൾ, അവക്ക് രണ്ടിനും വേറെ വേറെ അർത്ഥമുണ്ടാകാനാണ് എപ്പോഴും സാധ്യത കൂടുതൽ. മനസ്സിലായല്ലോ? പൊതുവെ അങ്ങനെയാണ് ഉണ്ടാവാറ്. അതാണ് ശരി. രണ്ടിനും ഒരേ അർത്ഥം എന്നല്ല, മറിച്ച് വേറെ വേറെ അർത്ഥം തന്നെ.
കാരണം പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു ഹർഫ് പോലും വെറുതെ പറയുകയില്ല. ഒരു ഹർഫ് പോലും വെറുതെ അള്ളാഹു പറയുകയില്ല. തിലാവത്തിലുള്ള വ്യത്യാസം പോലും അങ്ങനെയാണ്. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് 7 ഹർഫുകളിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ പാരായണം വ്യത്യസ്തമായുണ്ട്. മാലിക്കുണ്ട്, മലിക് യൗമിദ്ദീൻ ഉണ്ട്, മാലിക് യൗമിദ്ദീൻ. ഈ ഓരോ പാരായണം അർത്ഥം കൂടുതൽ ഗ്രഹിക്കാൻ സഹായിക്കുന്നതാണ്. ആ മാലിക് യൗമിദ്ദീന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, എല്ലാ മലിക്കും മാലിക്കാവണമെന്നില്ല, എല്ലാ മാലിക്കും മലിക്കാവണമെന്നില്ല. പക്ഷെ അള്ളാഹു മലിക്കുമാണ് മാലിക്കുമാണ്. ചില രാജാക്കന്മാരുണ്ടാവും, ചിലപ്പോ കടലാസ് മാത്രമായിരിക്കും, പേരിൽ മാത്രം രാജവംശം, രാജാവ്, രാജ്ഞി എന്നൊക്കെ പറയും. രാജാവിന്റെ അധികാരങ്ങളൊന്നും ഉണ്ടാവില്ല. പഴയ ആ പൊസിഷൻ അവരെ ആ കുടുംബത്തിന് കൊടുക്കുന്ന ആ നിലക്ക് ഒരുപാട് രാജ്യങ്ങളുണ്ട്. നമ്മുടെ നാടുകളിൽ പോലും അങ്ങനെ ഉണ്ട്. പേരിന് മാത്രം രാജാവ്, പക്ഷെ എന്തില്ല, അയാൾ മാലിക്കല്ല. മലിക്ക് മാത്രമാണ് പേരിനുള്ള മലിക്ക്, പക്ഷെ മാലിക്കല്ല, ഉടമസ്ഥത അയാൾക്കില്ല. അതുപോലെ മാലിക്കുകൾ മലിക്കാണെന്നില്ല. നമ്മളൊക്കെ മാലിക്കുകളാണ്. പലതും നമ്മുടെ കീഴിലുണ്ട്. വീടുണ്ടാവും, സ്ഥലം ഉണ്ടാവും, പലതും. പക്ഷെ നമ്മളതിന്റെ മലിക്കാണോ? അല്ല. ഒരു മലിക്കിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളിപ്പോ പിടിച്ചെടുക്കാം, അല്ലെ? ഉടമസ്ഥന്റെ കയ്യിൽ നിന്ന് മലിക്കിന് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ നേടിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അയാളോട് പറയണം, ഇനി ഇന്നത് മാത്രമേ കൃഷി ചെയ്യാൻ പാടുള്ളൂ അയാളുടെ സ്ഥലത്ത്. മലിക്കൊരു ഉത്തരവ് ഇറക്കിയാൽ ഇയാൾക്കനുസരിച്ച് പറ്റും. അയാൾ മാലിക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് രണ്ടും ചിലപ്പോ ഉണ്ടാവണം എന്നില്ല ഒരുമിച്ച്. പക്ഷെ അള്ളാഹു മലിക്കുമാണ് മാലിക്കുമാണ്. ആ ഖിറാഅത്ത് രണ്ടും വന്നാൽ അർത്ഥം വ്യക്തമാകുകയാണ് ചെയ്യുന്നത്. എന്നതുപോലെ لأننا إذا جعلنا الكلمتين بمعنى واحد صار في هذا تكرار لا داعي له. രണ്ടിനും ഒരേ അർത്ഥമാണെന്ന് പറഞ്ഞാൽ ഇത് വെറുതെ ഒരു ആവർത്തനം മാത്രമാകും. ഹുമസയും ലുമസയും. لكن إذا جعلنا كل واحدة لها معنى صار لها تأسيسا وتفريقا بين الكلمتين. രണ്ടിന് രണ്ടർത്ഥം പറഞ്ഞാൽ രണ്ടടിസ്ഥാനം, അതുപോലെ രണ്ടിനും തമ്മിൽ വ്യത്യാസമുണ്ടാകും. ശരിയായ അഭിപ്രായ പ്രകാരം രണ്ടിനുമിടയിൽ വ്യത്യാസമുണ്ട് എന്നതാണ് ശരി. ഫൽഹം ബിൽ ഫിഅൽ വല്ലം ബിൽ ലിസാൻ. രണ്ടും പരിഹസിക്കലാണ്, കുത്തിപ്പറയലാണ്. എന്നാൽ ഹുമസ എന്ന് പറയുന്നത് ബിൽ ഫിഅൽ, പ്രവൃത്തി കൊണ്ട് ആളുകളെ പരിഹസിക്കുന്ന ആളുകൾ. കണ്ണുകൊണ്ടോ ആംഗ്യം കാണിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ചിരിച്ചിട്ടോ. ആളെ പരിഹസിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്, അതിൽ നിപുണന്മാരായ ആളുകളുണ്ടല്ലോ. വല്ലം ബിൽ ലിസാൻ. ലുമസ എന്ന് പറഞ്ഞാൽ എന്താണ്? നാവ് കൊണ്ടാണ്. അള്ളാഹു നമ്മൾ അതിന്റെ ഷർറിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാണ്. ഈ ഷർറാണ് നാവ് കൊണ്ടുള്ളത്. കുഫ അലൈക ഹാദാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഒരുപാട് വലിയ മഹത്തായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ, ബിമിലാശി ദാലിക കുല്ലിഹി, ഇതെല്ലാം നേടിയെടുക്കാൻ പറ്റിയ ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. കുഫ അലൈക ഹാദാ. നാവ് പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് നീ പിടിച്ചു വെക്കുക. വലിയ പ്രയാസമാണ്. പല വിഷയങ്ങളിൽ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഇതിൽ ശ്രദ്ധിക്കാൻ സാധിക്കാറില്ല. ഇത് പറയാൻ എളുപ്പമാണ്. അള്ളാഹുവിന്റെ സഹായം വേണം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അഷജ് അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫീക ഖസ്ലതൈൻ യുഹിബ്ബുഹും അല്ലാഹ്. നിന്നിൽ 2 സ്വഭാവങ്ങളുണ്ട്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള 2 സ്വഭാവങ്ങൾ. ഈ സഹാബി ചോദിച്ചു, എന്തൊക്കെയാണത് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹിൽമു വൽ അനാ. അൽ ഹിൽമു വൽ അനാ. ഹിൽം സഹനം, അനാത്ത് അനാത്ത് പറഞ്ഞ ഒരു കാര്യത്തിൽ ധൃതി പിടിച്ച ഒരു കാര്യം ചെയ്യാതിരിക്കുക. അതിന് അനന്തരഫലം ഓർത്തിട്ട് മാത്രം പറയലും ചെയ്യലും. ഒന്ന് കേട്ടപാടെ നമ്മൾ ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞിട്ടേ ആലോചിക്കും നമ്മൾ, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനേക്കാളും നല്ലൊരു പരിഹാരം ഉണ്ടാവും. ആലോചിച്ച് മാത്രം പറയുകയും ചെയ്യുന്ന സഹനശീലമുള്ള അഷജുൽ ഖൈസ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ സഹാബി ചോദിച്ച നബിയെ, ഇത് എന്നിൽ പുതുതായി ഉണ്ടായതാണ്, അതല്ല അള്ളാഹു ആദ്യമേ എനിക്ക് എന്നെ പഠിച്ചപ്പോ തന്നെ തന്നതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് മുമ്പേ അള്ളാഹു തന്നതാണ്. അപ്പോ അഷജ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹി അല്ലദീ ജബലനി അലാ ഖസ്ലതൈനി യുഹിബ്ബുഹുമാ ഔ കമാ ഖാൽ. അള്ളാഹുവിന്റെ സ്തുതി,
അവൻ ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവത്തിൽ എന്നെ പഠിച്ച അള്ളാഹുവിന് ഇത് ചില ആളുകൾക്ക് വലിയ നിയമത്തായി ഉണ്ടാവും. ചില കുട്ടികളൊക്കെ കാണാം, ചെറിയ 10-11 വയസ്സുള്ള കുട്ടിയായിരിക്കും, പക്ഷെ ഒരു പക്വതയും ഒരു അതിന് അള്ളാഹു പടപ്പിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. വലുതായാലും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള കുട്ടികളുണ്ട്, അങ്ങനെയുള്ള ആളുകളുണ്ട്. അവരുടെ സ്വഭാവം തന്നെ അങ്ങനെ ആയിരിക്കും, പഠിച്ചിട്ടൊന്നും ആയിരിക്കില്ല. അങ്ങനെയല്ലാത്ത ആളുകൾക്ക് അത് നേടിയെടുക്കേണ്ടി വരും. നേടിയെടുത്താൽ അതിന് കൂടുതൽ പ്രതിഫലം ഉണ്ടാവുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം നമ്മൾ അതിന് സായി നടത്തുമ്പോൾ ആ സായിനും കൂടി അള്ളാഹു പ്രതിഫലം നൽകും. പരിശ്രമത്തിൽ അള്ളാഹു നമ്മൾ സഹായിക്കുമാറാണ്. കമാ ഖാല അല്ലാഹു തആല, അള്ളാഹു പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ലംസ് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടാണ് എന്നതിന് ശേഖ തെളിവ് പിടിക്കുന്നത് ഖുർആനിൽ നിന്ന് കൂടിയാണ്. സൂറത്ത് തൗബയിലെ 58-ാമത്തെ ആയത്ത്, وَمِنْهُمْ مَنْ يَلْمِزُكَ فِي الصَّدَقَاتِ فَإِنْ أُعْطُوا مِنْهَا رَضُوا وَإِنْ لَمْ يُعْطَوْا مِنْهَا إِذَا هُمْ يَسْخَطُونَ. അവരിൽ നിന്ന് സദഖയുടെ വിഷയത്തിൽ നിന്നെ ആക്ഷേപിക്കുന്ന ചില ആളുകളുണ്ട്. അവിടെ ലംസാണ് അല്ലാഹു പ്രയോഗിച്ചിട്ടുള്ളത്. ഫഇൻ ഉഅ്തു മിൻഹാ റദു, അതിൽ നിന്ന് അവർക്ക് കിട്ടിയാൽ അവർ തൃപ്തിപ്പെടും. വഇൻ ലം യുഅ്തു മിൻഹാ, അതിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇദാ ഹും യസ്ഖതൂൻ, അവരതാ സ്വത്ത് കാണിക്കുന്നു, വെറുപ്പ് കാണിക്കുന്നു, വിദ്വേഷം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഉണ്ടല്ലോ. കിട്ടിയാൽ മാത്രം സ്നേഹം, കിട്ടിയില്ലെങ്കിൽ ദുനിയാവിന്റെ വിഭവങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. മുനാഫിക്കുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് കൂടുതൽ സ്വതക്കൊക്കെ കൊടുത്താൽ എന്ത് ചെയ്യും? നല്ല സ്വഭാവമായിരിക്കും, നല്ലത് മാത്രമേ പറയുള്ളൂ. അല്ലെങ്കിലോ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീതം വെപ്പിനെ കുറിച്ച് പരാതി പറയുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകൾക്ക് കൂടുതൽ കൊടുക്കും, ചിലർക്ക് കുറച്ച് കൊടുക്കും. പുതുതായി വന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ കൊടുക്കാറുണ്ടായിരുന്നു. അവരെ മനസ്സ് ഇസ്ലാമിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി. മനസ്സിലല്ലോ? അങ്ങനെ ചെയ്യാം. ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തുകൊണ്ട് അയാൾ വരുമെന്ന് കണ്ടാൽ എന്ത് ചെയ്യാം? കൊടുക്കാം. മനസ്സിലല്ലോ? പിന്നീട് അയാളുടെ മനസ്സ് ഇസ്ലാമിലേക്ക് ഇണങ്ങിക്കോളും. മനസ്സിലല്ലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അതെന്തല്ല, അതൊരു ആളെ സോപ്പടിക്കാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെ തോന്നിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് തെളിവുള്ളതാണ്. ഒരാൾ കിട്ടിയാൽ അയാൾ മുസ്ലിം ആണെന്ന് തോന്നിയാൽ എന്ത് ചെയ്യുക? അത് കൊടുക്കുക. അത് മുസ്ലിം ആവട്ടെ, അയാൾ നരകത്തിൽ രക്ഷപ്പെടട്ടെ. പിന്നീട് അള്ളാഹു അയാളുടെ മനസ്സിന് കൂടുതൽ ഇസ്ലാമിനോട് ഇണക്കം കൊടുത്തേക്കാം. ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു എന്തെങ്കിലും തരാൻ, നബി കൊടുത്തു. പിന്നെയും ചോദിച്ചു. പിന്നെ മുസ്ലിം അല്ല അയാൾ. എന്തിനാണ് കൊടുക്കുന്നത്? ഇസ്ലാമിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. അയാൾ കിട്ടിയിട്ട് മുസ്ലിമായിട്ട് ഓടി നാട്ടിലൂടെ നടന്നു പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ മുസ്ലിം ആയിക്കോളൂ, മുഹമ്മദ് നാളേക്ക് വെക്കാതെയാണ് ദാനം ചെയ്യുന്നത്, നിങ്ങളൊക്കെ മുസ്ലിം ആയിക്കോളൂ എന്ന് ഇയാൾ പറഞ്ഞു. അങ്ങനെ നമുക്ക് തോന്നിയാൽ എന്ത് ചെയ്യാം? കൊടുത്തിട്ട് അയാളെ കൊണ്ടുവരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുള്ളതാണത്. അങ്ങനെ മനസ്സിലാക്കാം. ഫൽഹംസു ബിൽ ഫിഅൽ യഅനി അന്നഹു യസ്ഖർ മിനൻ നാസ് ബിഫിഅലിഹി. ഹംസ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി കൊണ്ടാണ്. ലംസ് എന്തുകൊണ്ടുള്ളതാണ്? നാവ് കൊണ്ടുള്ളതാണ്. ഹംസ് പ്രവൃത്തിയാണ്. യഅനി അന്നഹു യസ്ഖർ മിനൻ നാസ്, അയാൾ ജനങ്ങളെ പരിഹസിക്കുന്നു ബിഫിഅലിഹി, അയാളുടെ പ്രവൃത്തി കൊണ്ട്. ഇമ്മ അൻ യൽവി വജ്ഹഹു, ഒന്നുകിൽ മുഖം കൊണ്ട് എന്തെങ്കിലും ഗോഷ്ടി കാണിച്ചിട്ട്, ഔ യഅബസു ബിവജ്ഹിഹി, അല്ലെങ്കിൽ മുഖം അബസ ചുളിക്കുക, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് എന്തെങ്കിലും ചുളിച്ചിട്ടോ ഗോഷ്ടി കാണിച്ചിട്ടോ എന്തെങ്കിലും ആളുകളെ പരിഹസിക്കുന്നു. പല ഇനങ്ങളുണ്ടല്ലോ. ഔ ബിൽ ഇശാറത്തി യുശീറു ഇലാ ശഖ്സിൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചൂണ്ടിക്കാണിച്ചിട്ട്, ഒരാളെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് പരിഹസിക്കുന്നു. ഉന്നുറു ഇലൈ, നോക്ക് എന്ന് പറഞ്ഞിട്ട് അവനെ നോക്ക്, അങ്ങനെ അവിടെ പരിഹസിക്കൂലേ? അങ്ങനെ ലിയുഈബഹു, എന്തിനാണ്? അവന്റെ ഏതെങ്കിലും ഒരു ന്യൂനത പറയാനാണ്. ഔ മാ അശ്ബഹ ദാലിക, അല്ലെങ്കിൽ അതുപോലുള്ള. ഫൽഹംസു യകൂനു ബിൽഫിഅൽ വല്ലംസു ബില്ലിസാൻ. അൽഹംസു ബിൽഫിഅൽ വല്ലംസു ബില്ലിസാൻ. വബഅദു الناس والعياذ بالله مشغوف بعيب البشر إما بفعله وهو الهماز وإما بقوله وهو اللماس. ചില ആളുകൾ, അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ, മഷ്ഗൂഫും ബിഐബിൽ ബശർ, അവർക്ക് എന്തേ പണിയുള്ളൂ? മനുഷ്യന്മാരുടെ ന്യൂനതകൾ അന്വേഷിച്ച് നടക്കുക.
അതാണ് അവരുടെ ആകെ ഷൂഫ്. അത് ഷഗഫഹ ഹുബ്ബ എന്ന് പറഞ്ഞില്ലേ, ആ പെണ്ണിനെ പറ്റി യൂസുഫ് നബിയുടെ സൂറത്തിൽ അത് ഷഗഫഹ ഹുബ്ബ, ആ ജോലിക്കാരനോടുള്ള സ്നേഹം അവളാകെ വഴിതെറ്റിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ മുങ്ങിപ്പോയിരിക്കുന്നു. അങ്ങനെ ജനങ്ങളുടെ ന്യൂനതകൾ കണ്ടുപിടിക്കുന്നതിൽ വ്യാപൃതരായിരിക്കുന്നു ചില ആളുകൾ. സൂറത്തുൽ ഖലമിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത് പോലെയാണിത്. വലാ തുതി കുല്ല ഹല്ലാഫിൻ മഹീൻ. ബാക്കി എന്താ? ഹമ്മാസിൻ മശാഇൻ ബിനമീം. അവിടെ ഹമ്മാസ് പറഞ്ഞില്ലേ, ഹുമസ എന്ന് പറഞ്ഞതുപോലെ വലാ തുതി, നീ അനുസരിച്ചു പോകരുത്, കുല്ല ഹല്ലാഫിൻ മഹീൻ, നിന്ദനായ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സത്യം ചെയ്തു പറയുന്ന, അതുപോലെ ഹമ്മാസ്, ആളുകൾ അവന്റെ പ്രവൃത്തി കൊണ്ട് പരിഹസിക്കുന്ന, മശാഇൻ ബിനമീം, നമീമത്തും കൊണ്ട് നടക്കുന്നവൻ. ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, സ്വർഗ്ഗത്തിൽ ആരും പ്രവേശിക്കുകയില്ല. നമ്മാം, നമീമത്ത് പറയുന്നവൻ, ശേഷന് പറയുന്നവൻ. അതുപോലെ ഈ ആയത്തിൽ പറഞ്ഞതുപോലെയാണ് സൂറത്തുൽ ഖലമിൽ പറഞ്ഞിട്ടുള്ളത്. വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസ. അടുത്ത ആയത്ത് എന്താ? الذي جمع مالا وعددا. هذه أيضا من أوصافه القبيحة. ഇതും ഈ പറഞ്ഞവന്റെ വളരെ മോശമായ വിശേഷണങ്ങളിൽപ്പെട്ടതാണ്. ജമ്മാഉൻ മന്നാഉൻ. ജമ്മാ, നന്നായി സമ്പാദിക്കുന്ന ആളാണ്. മന്നാഉൻ, ഒന്നും കൊടുക്കാത്തവനാണ്, പിഷ്ക, തടഞ്ഞു വെക്കുന്നവനാണ്. യജ്മഉൽ മാൽ വയംനഉൽ അഫാ. സമ്പത്തവൻ സമ്പാദിക്കുന്നു, വയംനഉൽ അഫാ, എന്നാൽ ദാനം കൊടുക്കുന്നുമില്ല. ഫഹുവ ബഖീലുൻ ലാ യുഅതി യജ്മഉൽ മാൽ വയുഅദ്ദിദുഹു. ബഖീലാണ് അവൻ, പിശുക്കനാണ്, സമ്പാദിച്ച് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നു. അതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. അദ്ദദ എന്ന് പറഞ്ഞത്, അദ്ദ എന്ന് പറഞ്ഞാൽ മതി യഥാർത്ഥത്തിൽ എണ്ണ, അദ്ദ യഉദ്ദു എണ്ണ. പക്ഷെ ഇവിടെ എന്ത് പറഞ്ഞു? അദ്ദദ എന്ന് പറഞ്ഞു. അദ്ദദ. فقيل معنى التعديل يعني الإحصاء، يعني لشغفه بالمال كل مرة يذهب إلى الصندوق ويعود. ഇവന് പണത്തോടുള്ള ആർത്തി കൊണ്ട് എന്ത് ചെയ്യും? കടക്കടയെ പോവും. സുന്ദൂക്കിൽ, സുന്ദൂക്ക് എന്താ, പെട്ടി, പൈസ വെച്ച് പൊട്ടി ഉണ്ടല്ലോ, എടുത്ത് കടക്കടയെ പോവും അയാൾ. ഷേഖ് പറയാണ്, يعد الدراهم في الصندوق في الصباح وفي آخر النهار يعدها. രാവിലെ പോയി എണ്ണും, പിന്നെ വൈകുന്നേരമായ പിന്നെ എണ്ണും. وهو يعرف أنه لم يأخذ منه شيئا ولم يضف إليه شيئا. ഇവനറിയാം, ഒന്നും ഇന്ന് നേരം എടുത്തിട്ടൊന്നും ഇന്ന് എടുത്തിട്ടില്ല, ഒന്നും അതിൽ വെച്ചിട്ടില്ല അറിയാം. എന്നാൽ എന്ത് ചെയ്യും? രാവിലെ എണ്ണും, വൈകുന്നേരം പോയി എണ്ണും. لكن لشدة شغفه بالمال يتردد عليه ويؤدده. അവിടെ തന്നെ പിന്നെയും വരും, പിന്നെയാണ്. فلهذا جاءت بصيغة المبالغة عدد. അതുകൊണ്ടാണ് അല്ലാഹു അദ്ദ എന്ന് പറയാതെ എന്ത് പറഞ്ഞിട്ടുള്ളത്? അദ്ദദ എന്ന് ഒന്നുകൂടി ശക്തിപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത്. എണ്ണിക്കൊണ്ടേയിരിക്കും, ഇടയ്ക്കിടെ എണ്ണം. أو يريد أن يطمئن زيادة على ما سبق فهو دائما يعدد المال. يعني أكثر تعداده لشدة شغفه ومحبته له يخشى أن يكون نقص. ഇയാളുടെ അതിയായ ആർത്തി കൊണ്ട് അതുപോലെ തീർന്നു പോകുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഈ എണ്ണുന്നത്. അല്ലെങ്കിൽ മനസ്സിന് ഇങ്ങനെ ഇടയ്ക്കിടെ ഒരു സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാണ് പോയി ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരഭിപ്രായം പറയപ്പെട്ടിട്ടുണ്ട്. അദ്ദദക്ക് ഒരഭിപ്രായം മാത്രമാണ്, ശ്രദ്ധിക്കുക. അദ്ദദ എന്ന് പറഞ്ഞാൽ പണം ഉദ്ദ ആക്കി വെക്കുക. ഉദ്ദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൂക്ഷിപ്പ്, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കരുതി വെക്കുക. എന്തെങ്കിലും ക്ഷാമം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി പൈസ ഇല്ലാത്ത കാലത്തേക്ക് കൊണ്ട് അയാളൊരു സേവിങ് ആയി അവിടെ ഇട്ട് വെക്കുക. വഹാദ വഹിക്കാൻ ഷെയ്ഖ് പറയുന്നു, ലഫ്ളിൽ വാക്കർത്ഥം പ്രകാരം ഇങ്ങനെ പറയാമെങ്കിലും പക്ഷേ ഇത് ശരിയായ അർത്ഥമല്ല, വ്യാഖ്യാനമല്ല.
لأن إعداد المال لنوائب الدهر مع القيام بالواجب بأداء ما يجب فيه من زكاة وحقوق ليس مذموما. കാരണം സക്കാത്ത് കൊടുക്കേണ്ടടുത്തൊക്കെ കൊടുത്ത് ചെലവാക്കേണ്ടടുത്ത് ചെലവാക്കിയിട്ട് ഒരാൾ ബാക്കി വെക്കുകയാണ് പൈസ അയാളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി. അതെന്തല്ല, മദ്മൂമല്ല, അത് ആക്ഷേപാർഹമല്ല. അത് നമ്മളെല്ലാവരും ചെയ്യുന്നതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് പറഞ്ഞല്ലോ, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞല്ലോ, എന്റെ മക്കളെ നീ ജനങ്ങളുടെ മുന്നിൽ കൈ നീട്ടാൻ വിടുന്നതിനേക്കാൾ നല്ലതെന്താണ്, അവർ നീ സമ്പന്നരാക്കി വിടല. ചോദിച്ചു, ഞാൻ എന്റെ പണം മുഴുവൻ ദാനം ചെയ്തോട്ടെ. അവിടുന്ന് സുഖമില്ലാതെ കിടന്നപ്പോൾ ചോദിച്ചതാണ്. നബി പാടില്ല. പിന്നെയോ വസിയത്ത് ചെയ്തോട്ടെ. വസിയത്ത് മരണത്തിന് ശേഷം കൊടുക്കാൻ വേണ്ടി മുഴുവൻ പാടില്ല, പകുതി പാടില്ല. പിന്നെയോ സുലുസ്, മൂന്നിലൊന്ന്. സുലുസ് കസീർ, സുലുസ് തന്നെ അധികമാണ്. അപ്പം മരണത്തിന് ശേഷം വസിയത്ത് ചെയ്യൽ, വസിയത്ത് ആർക്ക് പാടില്ല? അവകാശികൾക്ക് പാടില്ല. അനന്തരാവകാശത്തിൽ ഓഹരിയുള്ള ആളുകൾക്ക് വസിയത്ത് ചെയ്യാൻ പാടില്ല. വസിയത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, എന്റെ മരണശേഷം കൊടുക്കണം എന്ന് പറയുന്നു. അവകാശം ഇല്ലാത്ത ആളുകൾക്ക് മാത്രമേ വസിയത്ത് പാടുള്ളൂ. വസിയത്ത് തന്നെ മൂന്നിലൊന്ന് വരെ, മൂന്നിലൊന്നിൽ നിന്ന് അല്പം കുറക്കലാണ് ശരി. അയാൾ വാജിബ് ആയ ദാനങ്ങൾ കൊടുത്ത് സദഖയൊക്കെ കൊടുത്ത് അയാൾക്ക് വേണ്ടത് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെക്കുന്നത് അത് മദ്മൂമല്ല, അത് ആക്ഷേപാർഹമല്ല. ഇന്നമൽ മദ്മൂം അൻ യകൂന അക്ബർ ഹമ്മുൽ ഇൻസാൻ ഹുവൽ മാൽ. മദ്മൂം എന്താണ്? ഇവന്റെ ആകെയുള്ള വിചാരം പണത്തെക്കുറിച്ചാവുക, അതിന് മറ്റെല്ലാത്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുക. അവന്റെ ഏറ്റവും വലിയ ചിന്ത പണമാവുക. അവിടെ പോകും, വീണ്ടും എണ്ണി വെക്കും. വയംദുർ അൽസാൽ കൂടിയിട്ടുണ്ടോ നോക്കും, അൽനഖസ് കുറഞ്ഞിട്ടുണ്ടോ നോക്കും. فالقول بأن المراد عدده أي جمعه للمستقبل قول ضعيف. ഭാവിയിലേക്ക് സമ്പാദിച്ചു വെക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്ന കൗൽ അത് ലൈഫാണ്, ദുർബലമാണ്. അടുത്ത ആയത്ത് എന്താ? يحسب أن ماله يعني يظن هذا الرجل أن ماله سيخلده ويبقيه إما بجسمه وإما بذكره. ഈ മനുഷ്യൻ കരുതുന്നു ഈ സമ്പത്ത് അയാളെ ശാശ്വതനാക്കുമെന്ന്. ഇമ്മാ ബിജിസ്മിഹി, ഒന്നുകിൽ ശരീരത്തോടെ തന്നെ, അല്ലെങ്കിൽ ഇമ്മാ ബിദിക്രിഹി, അല്ലെങ്കിൽ അവന്റെ സ്മരണ. എന്നെല്ലാവരും ഓർക്കും, തലശ്ശേരിയിൽ ഏറ്റവും വലിയ പൈസക്കാരൻ്റെ അയാളായിരുന്നു എന്ന് അയാൾക്ക് എല്ലാവരും എന്നെ ഓർക്കും, ഖിയാമത്ത് നാൾ വരെ എന്നെ ഓർക്കും എന്ന് വിചാരിച്ചുകൊണ്ടാവാം. കാരണം ഒരു മനുഷ്യന്റെ ഉംർ, ആയുസ് എന്ന് പറഞ്ഞാൽ അയാൾ ദുനിയാവിൽ ജീവിച്ച ആയുസല്ല. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ആയുസ് എന്താണ്? അയാളുടെ മരണശേഷവും അയാളെ നിലനിർത്തുന്നതാണ് അയാളുടെ ആയുസ്. അതെന്താണ്? ചില ആളുകൾ മരിച്ചാൽ അവരെന്താണ്? ജനങ്ങളുടെ ഹൃദയങ്ങളിലും ജനങ്ങളുടെ നാവുകളിലും അവരെന്നും ജീവിച്ചിരിക്കും. ആളുകളെ പറ്റി പറയും. ആരെ പോലെ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതാണ്, അള്ളാഹു നീ എന്നെ എന്റെ പിൻഗാമികൾക്കിടയിൽ നല്ല സ്മരണയായി എന്നെ നിലനിർത്തണമെന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതുപോലെ മുഹമ്മദ് മുസ്തഫ എന്നതുപോലെ പണ്ഡിതന്മാർ പറയുന്നു 4 നിലക്കാണ് ആളുകളുള്ളത്. ഒന്ന് മയ്യിത്തുൻ ഹൈ, മറ്റൊന്ന് ഹയ്യുൻ മയ്യിത്ത്, മറ്റൊന്ന് മയ്യിത്തുൻ മയ്യിത്ത്, മറ്റൊന്ന് മയ്യിത്തുൻ ഹൈ. ഹയ്യുൻ ഹൈ, ഹയ്യുൻ മയ്യിത്ത്, മയ്യിത്തുൻ ഹൈ, മയ്യിത്തുൻ മയ്യിത്ത് എന്ന് പറഞ്ഞാൽ ഒന്നെന്താണ്? ജീവിച്ചിരിപ്പുണ്ട്, കൽബ് കൊണ്ടും ബദൻ കൊണ്ടും. അതാണ് ഹയ്യുൻ ഹൈ. ജീവിച്ചിരിക്കുന്നുണ്ട്, കൽബ് കൊണ്ടും ജീവിച്ചിരിക്കും. പിന്നെന്താണ്? ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ കൽബ് ചത്തിട്ടാണ്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം എന്ന് പറഞ്ഞിട്ടുള്ളത് പോലെ. വേറെ ചില ആളുകളോ അവർ മരിച്ചു പോയിട്ടുണ്ട് പക്ഷെ അവരുടെ സ്മരണ ഇന്നും ജീവിച്ചിരിക്കുന്നു. നബിമാരെ പോലെ, സാലിഹുകളെ പോലെ, നല്ല നല്ല ഉലമാക്കളെ പോലെ. പിന്നെ ഉള്ളതാരാണ്? മയ്യിത്തുൻ മയ്യിത്ത്, മരിച്ചുപോയ കാഫിറുകൾ, മരിച്ചുപോയിട്ടുള്ള കാഫിറുകൾ. അവർ യഥാർത്ഥത്തിൽ ചത്തു, അവർ സ്മരണയും അങ്ങനെ തന്നെയാണ്.
അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറഞ്ഞാൽ മരിച്ചാലും അയാളുടെ സ്മരണ നിലനിൽക്കുമെങ്കിൽ يحسب أن ماله أخلد ذكره أو أطال عمره അയാൾ വിചാരിക്കുന്ന എന്താ, ഒന്നുകിൽ അയാൾ ശരീരത്തോടെ എപ്പോഴും ബാക്കിയാവും എന്നുള്ള ആൾക്കാണ് അവന്റെ സമ്പാദിക്കലും എണ്ണി നോക്കലും, അല്ലെങ്കിൽ അയാൾ വിചാരിക്കുന്ന ഈ പൈസ അയാളുടെ സ്മരണ നിലനിർത്തുന്നതാണ്. യഥാർത്ഥത്തിൽ രണ്ടും നടക്കൂല എന്ന് മാത്രമല്ല തിരിച്ചുണ്ടാവും, തിരിച്ച് സംഭവിക്കും. അതെന്താണ് ശ്രദ്ധിക്കണം. فإن أهل الأموال إذا لم يعرفوا بالبذل والكرم فإنهم يخلدون لكن بذكر السيء. പണക്കാര് അവർ നല്ല ആൾക്ക് ചെലവഴിക്കുകയും നല്ല ഔദാര്യം കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവരെ സ്മരണ ബാക്കിയാവും ചിലപ്പോ, പക്ഷെ മോശ സ്മരണ ആയിരിക്കും. ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇയാളെ പോലത്തെ പിശുക്കനായിരുന്നു നീ എന്ന് പറയും ചില ആളുകൾ. പിശുക്കിന് ഉദാഹരണമായിട്ട് പറയും, ചില കഥകളൊക്കെ അങ്ങനെ പറയാറുണ്ട്, അയാളെ പോലെ ആവരുത് എന്ന് പറയും. അബ്ഖൽ മിൻ ഫുലാൻ, ചില ആളുകളെ പറ്റി ഇവനുണ്ടല്ലോ മരിച്ചുപോയ ഏതെങ്കിലും ഒരാളുടെ പേര് അയാളെക്കാൾ വലിയ പിശുക്കനാണ് ഇയാൾ എന്ന് ജനങ്ങൾ പറയും അവസാനം. അങ്ങനെയാണ് അവസ്ഥ വരുന്നത്. അബ്ഖൽ മിൻ ഫുലാൻ വയുദ്കർ ഫിൽ മജാലിസ് വയുആഫ്, മരണശേഷവും ആളുകളൊക്കെ കൂടിയിരിക്കുന്ന സ്ഥലത്തിൽ ഇയാളെ പറ്റി ഇങ്ങനെ പറയും, എന്നിട്ട് അയാളെ പരിഹസിച്ചു പറയാം, പണ്ടെങ്ങോ മരിച്ചുപോയ ആളുകളെ പറ്റി. അങ്ങനെ സംഭവിക്കാനിടയുണ്ട്. നല്ല സ്മരണ അല്ല, പിന്നെയോ മോശം സ്മരണ ഉണ്ടാവും. വലിഹാദ ഖാൽ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകളെ പറ്റി പറഞ്ഞിട്ടുള്ളത്, കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. ഹുനാ യുസമ്മിഹാ അൽ ഉലമാ حرف ردع أي ترجع هذا القائل أو هذا الحاسب عن قوله أو عن حسبانه. كلان പറഞ്ഞിട്ടുള്ളത് എന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് അല്ല, ഇങ്ങനെ വിചാരിക്കുന്നവൻ, ഇങ്ങനെ അവന്റെ ധനം അവന് ശാശ്വതത്വം നൽകുമെന്ന് വിചാരിക്കുന്നവനോട് പറയണല്ല. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. അല്ലെങ്കിൽ കല്ല എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം എന്താണ്? ഹക്കൻ, യഥാർത്ഥത്തിൽ എന്താണ് ഇനി ഈ പറയുന്നതാണ് സംഭവിക്കുക. ലയുംബദൻ, അവൻ അറിയപ്പെടും ഫിൽ ഹുതമ, ഹുതമ എന്ന നരകത്തിൽ അറിയപ്പെടും. ഇനി ല എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തിനാണ്? ശൈഖ് പറയുന്നു ലയുംബദന്ന. ലയുംബദന്ന എന്ന് പറഞ്ഞാൽ അല്ലാം ഹാദിഹി വാഖിയത്തുൻ വാഖിയത്തു ജവാബിൽ ഖസമിൽ മുഖദ്ദർ വതഖ്ദീർ വല്ലാഹി ലയുംബദന്ന ഫിൽ ഹുതമ. ഒരു സത്യം ചെയ്യൽ അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലയുംബദന്ന ഫിൽ ഹുതമ എന്നതുപോലെ. ഇനി നോക്കി, ഇയാൾ വിചാരിക്കുന്ന ഇയാളുടെ സ്മരണ എന്നുണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ ഇയാൾ എന്നും ജീവിക്കുമെന്നാണ്. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? ബൽ യുൻസ വയുത്വാ ദിക്റുഹു. അയാള് വിസ്മൃതനായി പോവുകയാണ്, അയാൾ ആരും ഓർക്കുകയില്ല, അയാളുടെ ദിക്ർ ആകെ അടഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഹുതമയിൽ അയാളെ പൂട്ടുന്നത് പോലെ, നരകത്തിൽ അയാളെ അടച്ചു പൂട്ടുന്നത് പോലെ അയാളുടെ ദിക്റും എന്താണ് ചെയ്യുന്നത്? അടഞ്ഞു പോവുകയാണ്. ഇത് ശ്രദ്ധിക്കുക. ലയുംബദന്ന മല്ലദി യുംബദ്. ലാമ പ്രയോഗിച്ചിട്ടുള്ളത് ലയുംബദന്ന എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു പറയാൻ, അതുപോലെ തന്നെ ഒരു സത്യം ചെയ്യൽ അവിടെ ഉണ്ട്. ലയുംബദൻ, എറിയപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശൈഖ് പരിശോധിക്കുന്നു, മല്ലദി യുംബദ്, എന്താണ് എറിയപ്പെടുന്നത്? ഹൽ ഹുവ സാഹിബുൽ മാൽ ഔ അൽ മാൽ. ഈ സമ്പത്തിന്റെ ഉടമസ്ഥൻ, പൈസ സമ്പാദിച്ചത് എണ്ണ നോക്കിയ ആളാണോ അറിയപ്പെടുന്നത്, അല്ല അയാളുടെ സമ്പത്താണോ അറിയപ്പെടുന്നത്? അറിയപ്പെടും എന്നേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. ലയുംബദൻ കിലാഹുമാ യുംബദ്, രണ്ടും അറിയപ്പെടുന്നതാണ് സത്യം. അയാളെയും ഹുതമയിൽ അറിയും, അതുപോലെ അയാളുടെ സമ്പത്തിനെയും അറിയും. അമ്മ സാഹിബുൽ മാൽ ഫഇന്ന അല്ലാഹ യഖൂലു ഫീ ആയത്തിൻ ഉഖ്റാ. ഈ സാഹിബുൽ മാൽ, ഇയാളെ കുറിച്ച് തന്നെ അള്ളാഹു സൂറത്ത് തൂറിൽ പറഞ്ഞിട്ടുണ്ട് 13-ാമത്തെ ആയത്തിൽ, യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ. നരകത്തിൽ അവരെ ശക്തിയായി പിടിച്ച് തള്ളുന്ന ആ നാളിൽ. അയ്യുദ്ഫഊൻ വഹുനാ യഖൂൽ യുംബദ് അയ്യുത്രഹ് ഫിൽ ഹുതമ. അവർ വലിച്ചെറിയപ്പെടും ഫിൽ ഹുതമ എന്നാണ്. യുംബദ് നബദ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, നബദ ഫരീഖും മിനൽ ലദീന ഊതുൽ കിതാബ കിതാബല്ലാഹി വറാഅ ളുഹൂരി, കിതാബ് പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ. ഇനി ഹുതമ എന്ന് പറഞ്ഞാൽ ഹിയ അല്ലതി തഹ്സിൻ ഷൈ,
ഐ തഫത്തതഹു തുഫത്തിതുഹു വതക്സുറുഹു. നമ്മൾ പറഞ്ഞു ആ ഹതമ എന്നുള്ള വാക്കിന് ഏത് സൂറത്തുനിന്നാണ് ഉദാഹരണം പറഞ്ഞത്? ഓർമ്മയില്ല. സൂറത്തു ആരുടെ സംഭവത്തിൽ നിന്നാണ്? എന്താ ഹതമന്റെ അർത്ഥം? സൂറത്തു നംൽ. ഉറുമ്പ് പറഞ്ഞില്ലേ, ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. സുലൈമാൻ സൈന്യങ്ങളെ ചവിട്ടി ഞെരിച്ചു കളയാതിരിക്കട്ടെ, ആകെ തകർക്കുക, പൊളിച്ചു കളയുക, അങ്ങനത്തെ തീയാണിത്. قال الله تعالى وما أدراك ما الحطمة وهذه الصيغة للتعظيم والتفخيم. ഇതിൽ ഗാംഭീര്യം സൂചിപ്പിക്കാനാണ് അള്ളാഹു ഇങ്ങനെ ചോദിച്ചിട്ടുള്ളത്. പെട്ടെന്ന് ഒന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയുമോ? നാറുല്ലാഹിൽ മൂഖദ. ഹാദൽ ജവാബ്, ഇതാണ് ഉത്തരം. ഹിയ നാറുല്ലാഹിൽ മൂഖദ വഅദാഫഹു അല്ലാഹു സുബ്ഹാനഹു വതആല ഇലാ നഫ്സിഹി. അള്ളാഹുവിന്റെ തീയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാറുല്ലാഹ്, അവരിലേക്ക് അള്ളാഹു നാറിനെ ചേർത്തു പറഞ്ഞിരിക്കുന്നു. ലിഅന്നഹു യുഅദ്ദിബു ബിഹാ മൻ യസ്തഹിഖുൽ അദാബ് ഫഹിയ ഉഖൂബത്തു അദ്ൽ വലൈസത് ഉഖൂബത്തു ദുൽം. അള്ളാഹു ആണ് യഥാർത്ഥത്തിൽ ഈ ശിക്ഷ ആർക്കാണോ അവകാശപ്പെട്ടത്, ഈ ശിക്ഷക്ക് വേണ്ട പ്രവർത്തനം ധിക്കാരം ദുനിയാവിൽ കാണിച്ചതാര്, അവരെ ശിക്ഷിക്കുന്നത് അള്ളാഹുവാണ്. ആ ശിക്ഷയാകട്ടെ ഉഖൂബത്തു അദ്ൽ, നീതിയുടെ ശിക്ഷയാണ്. ലൈസത് ഉഖൂബത്തു ദുൽമിൻ, അനീതിയുടെ ശിക്ഷയല്ല. അള്ളാഹിന്റെ റഹ്മത്ത് ആർക്കാണ്? മുഅ്മിനുകൾക്ക് കിട്ടും. പക്ഷെ അള്ളാഹിന്റെ അദിലോ അതെല്ലാവർക്കും കിട്ടും. നീതി, അള്ളാഹു നീതിപൂർവകമായിട്ടല്ലാതെ ഒരാളെ ശിക്ഷിക്കില്ല. അള്ളാഹു ആരെ നരകത്തിൽ കിടത്തിയിട്ടുണ്ടോ അതൊക്കെ നീതിയാണ്. ആരെയും അള്ളാഹു അനീതിയായി ആരോടും അള്ളാഹു അനീതി കാണിക്കില്ല. വല്ലാഹു യുരീദു ദുൽമൻ ലിൽ ആലമീൻ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി ഫജഅൽതുഹു ബൈനകും മുഹറമ ഫലാ തളാലമു. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഞാൻ എന്നിൽ ദുൽമ ഹറാമാക്കിയിരിക്കുന്നു, നിങ്ങൾക്കിടയിലും ദുൽമ ഹറാമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം ദുൽമ ചെയ്യരുത്, അനീതി, അക്രമം, അതിക്രമം കാട്ടരുത്. നാറുൻ യുഹ്രിഖു അല്ലാഹു ബിഹാ മൻ യസ്തഹിഖു അൻ യുഅദ്ദബ ബിഹാ ഇദൻ ഹിയ നാറു അദ്ലിൻ വലൈസത് നാറു ദുൽമിൻ. ആ നരകവും അങ്ങനെ തന്നെയാണ്, അത് നീതിയുടെ നരകമാണ്. لأن الإحراق بالنار قد يكون ظلما وقد يكون عدلا. കാരണം തീ കൊണ്ട് കത്തിച്ചു കളയാന്നുള്ള പ്രവൃത്തി സാധാരണ വേറൊരാളാണെങ്കിൽ ഈ ഒരാളെ തീയിൽ കത്തിക്കാന്ന് പറഞ്ഞാൽ അത് ദുൽമും ആകാം അദിലും ആകാം. അല്ലാണ്ടത് അദിലാണ്. فتعذيب الكافرين في النار لا شك أنه عدل. കാഫിറുകൾ നരകത്തിൽ കരിച്ചു കളയുക എന്നുള്ളത് ഒരു സംശയവുമില്ല, അത് നീതിയാണ്. وأنه يثنى بها على الرب عز وجل حيث عامل هؤلاء بما يستحقون. سبحان الله. ഈ നരകത്തിന് അവകാശമുള്ള ആളുകൾ അള്ളാഹ് കരിച്ചു കളയുക എന്നുള്ളത് അള്ളാഹ്ക്കുള്ള പുകഴ്ത്തലാണ്. മനസ്സിലല്ലോ? കാഫിറുകളെ അള്ളാഹു കരിച്ചു കളയുക എന്നുള്ളത് അള്ളാഹ്ക്ക് സനായി പറയാൻ പറ്റിയതാണ്. ആ വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹിനെ പുകഴ്ത്തി പറയേണ്ട കാര്യമാണെന്ത്? അള്ളാഹ് കാഫിറുകളെ കരിച്ചു കളയുന്നത്. അതുകൊണ്ടാണ് നാറുല്ലാ എന്ന് പറഞ്ഞിട്ടുള്ളത്. أنه يثنى به على الرب عز وجل حيث عامل هؤلاء بما يستحقون. അവർക്ക് എന്താണോ അവർക്ക് കൊടുക്കേണ്ടത് അത് തന്നെ അള്ളാഹ് കൊടുക്കാന്നുള്ളത്. ഒരാൾക്ക് വേണ്ടത് കൊടുത്താൽ അയാൾ പ്രശംസക്കർഹനാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ വേണ്ടതാണ് കൊടുത്തിട്ടുള്ളത് അവർക്ക്. അള്ളാഹു പ്രശംസക്കർഹനാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വതഅമ്മൽ ഖൗലഹു അൽ ഹുതമ. ശൈഖ് പറയണം, നീ ചിന്തിച്ചു നോക്കി, നീ ഉറ്റാലോചിക്കൂ. ഹുതമ എന്ന വാക്ക് മഅ ഫിഅലി ഹാദൽ ഫാഇൽ ഹുമസ ലുമസ. ആ വാക്ക് പറഞ്ഞാട്ടെ, വൈലുൽ ലികുല്ലി ഹുമസ ലുമസ. അതേ വചനാണ് ഹുതമ. ആദ്യം ലം ല, പിന്നെ ഫത്ഹ്, വീണ്ടും ഫത്ഹ്, അവസാനം ഹ ല, താഉ തഅനീസ്. ഹുമസ ലുമസ ഹുതമ. വാക്കിൽ പോലും എന്താണ്? ഒരേപോലെയാണ്. അവന്റെ പ്രവർത്തിക്ക് കണക്കായതാണ് അവന് കിട്ടുന്ന നരകം. നരകം വാക്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വാക്കിൽ. ഹുതമ വഹുമസ ലുമസ അലാ വസ്നിൻ വാഹിദിൻ, ഒരേ വസ്നാണത്. ലിയകൂനൽ ജസാഉ മുതാബിഖൻ ലിൽഅമലി ഹത്താ ബില്ലഫ്ദ്. പ്രവർത്തിക്ക് അനുസരിച്ചുള്ള പ്രതിഫലം വാക്കിൽ പോലും, അക്ഷരത്തിൽ പോലും. സുബ്ഹാനല്ലാഹ്. നാറുല്ലാഹിൽ മൂഖദ. മൂഖദ എന്ന് പറഞ്ഞാൽ അൽ മുസജ്ജറ, അൽ മുസഅറ, ആളിക്കത്തുന്ന
അതുപോലെ ചൂടേറിയ തീ എന്നാണ് മൂഖദ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാറുക്കും ഹാദാ ജുസ്ഉം മിൻ 70 മിൻ നാരി ജഹന്നം ഔ കമാ ഖാൽ. നിങ്ങളുടെ ഈ തീ ഉണ്ടല്ലോ, നിങ്ങൾ കത്തിക്കുന്ന ഈ തീ അള്ളാഹുവിന്റെ നരകത്തിലെ തീയിന്റെ 70 മാത്രമാണ്. 70 ഇരട്ടി. ഓരോ ഇരട്ടിയിലും ഓരോ അതേപോലത്തുള്ള ചൂട് കൂടുന്നു എന്നാണ്. പഠിച്ചല്ലോ, ഇരട്ടി വെറുതെ ഇരട്ടിയല്ല, പിന്നെയോ ഓരോ ഇരട്ടിയിലും ചൂട് 10 മടങ്ങ്, അതേ ഓരോ മടങ്ങായി വർദ്ധിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെയാണ് നരകത്തിലെ ചൂടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നരകത്തിലെ തീയുടെ ചൂടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അൽ അഫ്ഇദ അല്ലതി തത്തലിഉ അലൽ അഫ്ഇദ. തീയുടെ കാഠിന്യം നോക്ക്, ആള് ജീവിച്ചിരിക്കെ തന്നെ ഖൽബിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലും. അൽ അഫ്ഇദ ജംഉ ഫുആദ് വഹുവ അൽ ഖൽബ്. നമ്മൾ പറഞ്ഞ ഫുആദ് ആണ് അതിന്റെ ഏകവചനം. والمعنى أنها تصل إلى القلوب والعياذ بالله من شدة حرارتها مع أن القلوب مكنونة في الصدور. ഖൽബ് എന്ന് പറയുന്നത് നെഞ്ചകത്തിന്റെ ഉള്ളിൽ, നെഞ്ചിന്റെ ഉള്ളിലാണ് ഖൽബുള്ളത്. നെഞ്ചിന്റെ ചൂടിനുള്ളിലാണ് ഖൽബുള്ളത്, അതിന്റെ ഉള്ളിലേക്ക് എത്തും. وبينها وبين الجلد الظاهر ما بينها من الطبقات. മുന്നിലുള്ള തൊലിയും ഈ ഹൃദയത്തിനും ഇടയിൽ ഒരുപാട് തബക്കകളുണ്ട്, ഓരോ ചുവരുകളുണ്ട്. പക്ഷേ ലാകിൻ മഅ ദാലിക തസ്ലു ഹാദിഹി النار ഇല الأفئدة. എന്നിട്ടും ഈ തീ ഖൽബിലേക്ക് നേരെ എത്തും. ഇന്നഹ അലൈഹിം മുഫ്സദ. الحطمة وهي النار الله الموقدة على الهماز واللماز الجماع للمال المناع للخير. ഈ പറയപ്പെട്ട പരിഹാസിയായ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പരിഹസിക്കുന്ന, സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയ സമ്പത്ത് കൊടുക്കാത്ത ഇവനെ ആ നരകത്തിൽ അലൈഹിം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പറഞ്ഞത് ഹുമസ ലുമസ എന്ന്, പിന്നല്ലതി ജമാഅമാല, അതൊക്കെ ഒറ്റ ഒരാൾ എന്ന നിലക്കാണ് പറഞ്ഞില്ല. ജമഊന്നല്ല, ഒരാൾ. പക്ഷെ ഇവിടെ എന്ത് പറഞ്ഞു? ഇന്നഹ അലൈഹിം, അവർക്ക് നേരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്തിനാണ്? ആമുൻ യശ്മലു ജമീഅൽ ഹമ്മാജീൻ വജമീഅൽ ലമ്മാജീൻ. ഈ സ്വഭാവ ഗുണങ്ങളുള്ള എല്ലാവരെയും ഇത് ഉൾക്കൊള്ളും. ഇന്നഹ അലൈഹിം മുഅ്സദ. എന്താ മുഅ്സദ എന്ന് പറഞ്ഞാൽ? മുഗ്ലഖ, അടച്ചുപൂട്ടിയത്. മുഗ്ലഖത്തുൽ അബ്വാബ്, വാതിലുകളുണ്ട് നരകത്തിന്, അത് കൊട്ടിയടക്കപ്പെട്ടതാണ്. ലാ യുർജാ ലഹും ഫർജ്, ഒരു വിടവും അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ഒരു മാർഗവും അവർക്ക് പ്രതീക്ഷിക്കാനില്ല. വലയ്യാദു ബില്ലാഹ് കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ. പുറത്തു കിടക്കാൻ നോക്കുവോളം അവരെ തിരിച്ചയക്കപ്പെടും. യഅനി യർഫഊന ഇല അബ്വാബിഹാ ഹത്താ യസ്മഊ ഫിൽ ഖുറൂജ് ثم بعد ذلك يركسون فيها ويعادون فيها. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അവരെ ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരും വാതിലിന്റെ അടുത്തേക്ക്. അപ്പൊ അവർ വിചാരിക്കുന്നത് ഇപ്പൊ പുറത്താവും, എന്നിട്ട് പിന്നെ തിരിച്ചയക്കുന്ന. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? കുല്ലു ഹാദാ ലിശിദ്ദത്തി തഅദീബ്, ശിക്ഷ അത്രയും കഠിനം ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ലിഅന്നൽ ഇൻസാന ഇദാ ഖമിഅ ഫിൽ ഫർജ് വഅന്നഹു സൗഫ യൻജു വയഖ്ലുസ് യഫ്റഹ്. കാരണം മനുഷ്യൻ ഇപ്പൊ രക്ഷപ്പെടും, ഇപ്പൊ പുറത്തിറക്കാനാണ് വാലിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് എന്ന് വിചാരിച്ചാൽ അവന് സന്തോഷം ഉണ്ടാവുമല്ലോ. അങ്ങനെ സന്തോഷം ഉണ്ടാകും. അങ്ങനെ തോന്നിട്ട് പിന്നെ ശിക്ഷയിലേക്ക് മടക്കിയാൽ ഉണ്ടാവും, അവന്റെ ദുഃഖവും വ്യസനവും വീണ്ടും ഉണ്ടാവുകയാണ്. പഴയത് കൂടാതെ അവന്റെ ദുഃഖവും വ്യസനവും പുതുക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയാണ് അവരുടെ ഹൃദയത്തിലും അതുപോലെ ശരീരത്തിലും അള്ളാഹു ശിക്ഷിക്കുന്ന. മാനസികമായും അള്ളാഹു ശിക്ഷിക്കും, ശാരീരികമായി ശിക്ഷിക്കും. അല്ലെ, മനസ്സിന് ഉള്ള വേദനകൾ അത് പറയാൻ പറ്റാത്ത വേദനയാണ്. മനസ്സ് ആ നിലക്കുള്ള പീഡനവും നരകത്തിലുണ്ടാകും, ശിക്ഷയും ഉണ്ടാകും. അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നരകശിക്ഷയെ കുറിച്ച് ഖുർആനിലും സുന്നത്തിലും വളരെ വിശദമായി വന്നിട്ടുണ്ട്. തഅമ്മൽ അൽആൻ, നീ ചിന്തിക്കുക. ലൗ അന്ന ഇൻസാനൻ കാന ഫീ ഹുജറത്തിൻ ഔ ഫീ സയ്യാറത്തിൻ ഇത്തഖദത്തിൻ നിറാൻ ഫീഹാ വലൈസ ലഹു മഹറം. ഈ ദുനിയാവിൽ ഒരു കാര്യം നീ ചിന്തിച്ചു നോക്ക്. ഒരു മനുഷ്യനെ റൂമിനകത്ത് പൂട്ടിയിട്ടു, അല്ലെങ്കിൽ ഒരു സയ്യാറ, ഒരു കാറിന്റെ അകത്ത് പൂട്ടിയിട്ടു, എന്നിട്ട് തീ കൊടുത്തു, പുറത്തെടുക്കാൻ ഒരു വഴിയില്ല. എന്തായിരിക്കും അവന്റെ അവസ്ഥ? ഈ ലോകത്തുള്ള ഈ നരകത്തീയെ അപേക്ഷിച്ച് നോക്കുമ്പോ ചൂട് കുറഞ്ഞ ഈ തീയെ നമ്മൾ ആലോചിച്ച് നോക്കുക.
ഒരാളെ കാടിനകത്ത് റൂമിനകത്ത് പൂട്ടിയിട്ട് പുറത്തെടുക്കാൻ വരാത്ത വീട്ടിൽ അവിടെ തീ കൊടുത്താലോ എന്തായിരിക്കും അവന്റെ അവസ്ഥ? അവന്റെ വെപ്രാളം എന്തായിരിക്കും? അയാളുടെ ബേജാറ് എന്തായിരിക്കും? അയാളുടെ വേദന എത്രയായിരിക്കും? മാതായക്കൂൻ ഫി ഹസ്റത്തിൻ അളീം, വലിയ വലിയ നിരാശയാണ്, വലിയ പ്രയാസമാണ് അയാൾക്ക് ഉണ്ടാകുക. എല്ലാവരും യുമാസിലഹ ഹസ്റ, അതുപോലൊരു പ്രയാസം അതുപോലെ ഉണ്ടെന്ന് പറയാൻ ഉദാഹരിക്കാൻ സാധിക്കുകയില്ല. ഫഹും വൽഇയാദു ബില്ലാഹ് ഹകദാ ഫിന്നാർ, ഇങ്ങനെയാണ് അവർ നരകത്തിൽ. അന്നാറു അലൈഹിം മുഅ്സദ ഫീ അമദിൻ മുമദ്ദദ, ഐ അന്ന ഹാദിഹി النار മുഅ്സദ, ഈ നരകം അവരെ പൂട്ടിയിട്ടാണുള്ളത്. വഅലൈഹ അഅമിദ, അതിൽ പൂട്ടാനുള്ള ഉപകരണം ഉണ്ടായിരിക്കും, തൂണുകൾ പോലെ സ്തംഭങ്ങൾ. മുമദ്ദദ ഐ മംദൂദ അലാ ജമീഇ നവാഹി വസ്സവായ, എല്ലാ മൂലക്കും വെച്ചിങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? അടച്ചു പൂട്ടിയിട്ടുണ്ടാവും, ഒരു നിലക്കും പുറത്തെടുക്കാൻ പറ്റാതെ. ഒരാൾക്കും തുറക്കാനോ പുറത്തെടുക്കാനോ പറ്റാത്ത നിലക്ക്. حكى الله سبحانه وتعالى ذلك علينا وبينه لنا في هذه السورة الآية لمجرد أن نتلوه بألسنتنا. ഇത് അള്ളാഹു ഈ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത് വെറുതെ നമ്മുടെ നാവ് കൊണ്ട് ഓതാൻ മാത്രമല്ല, أو نعرف معناها بأفهامنا, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല. لكن المراد أن نحذر من هذه الأوصاف الذميمة, ഈ പറയപ്പെട്ട വൃത്തികെട്ട സ്വഭാവങ്ങളെ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. عيب الناس بالقول, ഒന്നെന്താ? ജനങ്ങളുടെ ന്യൂനതകൾ പറയുക നാവ് കൊണ്ട്. وعيب الناس بالفعل, ജനങ്ങളുടെ ന്യൂനതകൾ അവരെ പരിഹരിക്കുക പ്രവൃത്തി കൊണ്ട്. والحرص على المال حتى كأن الإنسان إنما خلق للمال, പണത്തോടുള്ള ആർത്തി എത്രത്തോളം അവനെ പഠിച്ചു തന്നെ പൈസക്ക് വേണ്ടിയാണ് എന്ന നിലക്ക്, അവൻ ജനിച്ചത് തന്നെ അതിനു വേണ്ടിയാണ് എന്ന നിലക്കുള്ള പണത്തോടുള്ള ആർത്തി. ലിയഖ്ലുദ ലഹു ഔ യുഖ്ലിദൽ മാലു ലഹു, പണം അവനെ ശാശ്വതനാക്കും എന്ന നിലക്ക്. വനഅലമ അന്ന മൻ കാനത ഹാദിഹി ഹാലുഹു ഫഇന്ന ജസാഉഹു ഹാദിഹി النار التي هي كما وصفها الله, ഇങ്ങനെ ഉള്ള സ്വഭാവമുള്ളവനെ അവന് പോകാനുള്ള സങ്കേതം ഇങ്ങനെ അല്ലാഹു വിശേഷിപ്പിച്ചിട്ടുള്ള നരകമാണ്. അൽ-ഹുതമ തത്തലു അലൽ അഫ്ഇദ മുഅ്സദ ഫി അമദിൻ മുമദ്ദദ, അങ്ങനത്തെ നരകം. നസ്അലുല്ലാഹ തആല അൻ യുജീറനാ മിൻഹാ, അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു, അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ. വയർസുഖനൽ ഇഖ്ലാസ് ഫിൽ ഖൗലി വൽ അമൽ, വാക്കിലും പ്രവൃത്തിയിലും ഇഖ്ലാസ് നൽകാൻ. വൽ ഇസ്തിഖാമത അലാ ദീനിഹി, അല്ലാഹുവിന്റെ ദീനിൽ ധൈര്യത്തോടെ ഉറച്ചു നിൽക്കാൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ നരകത്തിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم إنا نسألك جناتك الفردوس، اللهم إنا نسألك جناتك الفردوس، اللهم إنا نسألك جناتك الفردوس. ربنا زدنا علما وفهما والفقه اللهم زدنا الفقه في الدين. اللهم بارك لنا في علمنا، اللهم بارك في هذا البيت وأهله. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.